ആദി ഞങ്ങളെ രസിപ്പിച്ചു ഭാരത സംസ്കാര ഹേവഞ്ചികളെ നാനാജലാമൃത സഞ്ചയത്തിലേക്ക് ഒരു മയിലൊഴുക്കിയും നാമൊന്നെന്ന ചിന്ത ഊട്ടിയുറപ്പിച്ചും കൊണ്ട് പതിറ്റാണ്ടുകളായി നമ്മെ നയിക്കും ഗുരുഭൂതരേ പ്രണമാമ്യഹം. ചരിത്രവും ഗണിതസ്പന്ദതാളവും രസതന്ത്രഘോഷവും പ്രകൃതി തന്മേളവും പകർന്നു തന്നൊരി അധ്യാപക സുഹൃതികളെ വന്ദനം വന്ദനം വന്ദനം. കൂടെയിരുന്നും മുറിഞ്ഞും ചോറ്റുപാത്രങ്ങൾ കൈമാറിയും ചിരിച്ചും പിണങ്ങിയും നമ്മൾ കഴിഞ്ഞതോർക്കുന്നില്ലയോ. എവിടെയോ നനുത്തൊരു സ്നേഹക്കാറ്റ് വീശുന്നതില്ലയോ. കരുതിടാം വിദ്യാലയത്തൈമയും കലാശാലച്ചുമരിലെ അക്ഷരനൃത്തങ്ങളും. ഒന്നായി ചേരാം ഗമിക്കാം. സൗഹൃദമൊന്നു മാത്രമല്ലോ നമുക്കൗഷധം ജീവാമൃതം. നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഞങ്ങൾക്കെല്ലാം ഒന്ന് കൂടിച്ചേർന്നത്. ആ മനസ്സിലുള്ള ആ കൂടിച്ചേരലിന്റെ ഒരു ആഗ്രഹം നമ്മൾ പല ആളുകൾക്കും സംയുക്തമായിട്ട് ഒരു തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയാണ്. മുഴുവനൊന്നും തന്നെ പറയുന്നില്ല. കാരണം വെച്ചാൽ സ്വാഗതം എന്നുള്ള ഒരു ഔപചാരികതയാണെന്ന് പറയാൻ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ എന്നുള്ള ചുമതല നമ്മുടെ കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ തീരുമാനിച്ചത് രാധാകൃഷ്ണനാണ്. അപ്പോൾ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ജി മാഷ്, അവിടെ ഈ നമുക്ക് ഏവർക്കും പ്രിയങ്കരനും ബഹുമാനീയനുമായ നമ്മുടെ ശ്രീധരൻ മാഷാണ് നിലവിലെത്തി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീധരൻ മാഷയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഴുവൻ ആളുകളെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത്തേക്ക് വിദ്യാധ്യക്ഷൻ ചെയ്തു. ഇന്നത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ശ്രീ പി കെ ശ്രീധരൻ അവരെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. എഴുത്തിനെ കുറിച്ചും അല്ലേ അതൊക്കെ സാറ് പറയും. ഇപ്പൊ നാളെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പോവാണ് കോഴിക്കോട്. നിങ്ങളായ മൃഗങ്ങളെ, നിങ്ങൾക്കെന്റെ സ്നേഹനിർഭരമായ നമസ്കാരം. രാധാകൃഷ്ണൻ മാഷെ എനിക്ക് പരിചയം. ഞാനുമായുള്ള ബന്ധത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തെക്കുറിച്ച് ഈയിടെ വിളിക്കുന്ന സമയത്താണ് പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ കണ്ണൂരിൽ അവിടെ ട്രെയിനിങ് സ്കൂളിൻ്റെ അടുക്കലൊരു ഫ്ലാറ്റ്, അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. കാരണം കണ്ണൂരിൽ അക്കാലത്ത് ഇപ്പോഴൊന്നും അങ്ങനെ വരാറില്ല. കണ്ണൂരും എൻ്റെ ജന്മദേശവുമായിട്ടാണ് എൻ്റെ എപ്പോഴുമുള്ള ബന്ധം. അതുകൊണ്ട് അവിടെ ഒരു ഫ്ലാറ്റ് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ അത് ആരംഭിച്ചപ്പോൾ ഒരു ഫ്ലാറ്റ് ഞാൻ വിലക്കെടുത്തു. ചിലപ്പോഴൊക്കെ അവിടെ വരും. അന്ന് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഇയാൾ എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ നിങ്ങൾ ആരാ, നിങ്ങളെന്ന് പറയണ്ട, നീ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരാ, ഞാൻ നിങ്ങളുടെ സ്റ്റുഡൻ്റായിരുന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കണ്ണൂർ വന്നാൽ താമസിക്കും. ഇന്നും എന്നെ കൂട്ടാൻ വന്നത് ആ ഫ്ലാറ്റിലാണ്. പിന്നെ നാട്ടിലെന്താണ് ഞാൻ സ്ഥിരമായി താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതവും ജീവനവും ഗ്രന്ഥങ്ങളാണ്.
ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. വായിച്ച് അതെൻ്റെ ലൈബ്രറിയിലുണ്ട്. ഇടയ്ക്കിടെ ആ ലൈബ്രറി ഇന്നിപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് വായിക്കാനൊന്നും കഴിയില്ല, ഏറെ നേരം നിൽക്കാനും കഴിയില്ല. കസേരമേൽ ഇരുന്നിട്ട് എഴുതാനൊക്കെ വളരെ പ്രയാസമാണ്. എഴുതാനോ വായിക്കാനോ ഒക്കെ പ്രയാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുക. കണ്ണൂരിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ട്രെയിനിങ് സ്കൂളിൽ ഞാൻ എത്തിപ്പെട്ടത് വളരെ യാദൃച്ഛികമായിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ട്രെയിനിങ് സ്കൂളിൽ വരണമെന്നോ അവിടെ പ്രവർത്തിക്കണമെന്നോ ഞാൻ അഭിലഷിച്ചിട്ടില്ല. എൻ്റെ മനസ്സിലെപ്പോഴും ക്ലാസ് എടുക്കുന്ന കൂടുതലും ഇംഗ്ലീഷും, ഞാനൊരു മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റാണ്, കണക്കും. പക്ഷേ ഹെഡ് മാസ്റ്റർ സ്വാധീനിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ ഇംഗ്ലീഷിലായിട്ടില്ല. എനിക്ക് അതാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇംഗ്ലീഷിൽ നല്ല മാർക്കോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ നേടുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടായി. ഇത് ഞാൻ പറഞ്ഞത് യാദൃച്ഛ്യമായി പറഞ്ഞു പോയതാണ്. അതുപോലെ മലയാളം എനിക്ക് വളരെ പ്രിയപ്പെട്ട ലാംഗ്വേജാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ മുഴുവൻ മറക്കാനാവാത്ത, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പലരെയും അധ്യാപക ദിവസങ്ങൾ, നമ്മുടെ ഈ അധ്യാപക ദിനമുണ്ടല്ലോ, അതിനൊക്കെ ഞാൻ എല്ലാ കൊല്ലവും അവിസ്മരണീയരായ ഒരു അധ്യാപകന്മാരെ കുറിച്ചാണ്. അതിൽ പ്രൊഫസർ കരിപ്പുഴ രാമകൃഷ്ണൻ, പ്രൊഫസർ ഗുപ്തൻ നായർ, ഇവരൊക്കെ എൻ്റെ അധ്യാപകന്മാരായിരുന്നു. ഇതിൽ ഗുപ്തൻ നായർ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഒരു പുസ്തകത്തിന് ശ്രീശങ്കരൻ്റെ ശ്രീശങ്കരൻ്റെ പാദരേണുക്കളല്ല, പാദമുദ്രകൾ എന്നൊരു പുസ്തകം ശങ്കരനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദാർശനികതയെക്കുറിച്ചുമൊക്കെ ദർശനങ്ങളെക്കുറിച്ചുമൊക്കെ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് അവതാരിക എഴുതിയത് ഈ ഗുപ്തനാരുടെ മകനാണ്. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്, നിങ്ങളുടെ ട്രെയിനിങ് സ്കൂളിൽ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തായ ബാലകൃഷ്ണൻ എഡ്യൂക്കേഷൻ എക്സ്റ്റൻഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്ന കാലത്ത് പിന്നെ അദ്ദേഹത്തിന് നിങ്ങളുടെ ട്രെയിനിങ് സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ, മാത്സ് ടീച്ചർ, ഒരാഗ്രഹം, ഈ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് തനിക്ക് പോകണം എന്ന്. ഒരു മുസ്തഫ, അദ്ദേഹം എൻ്റെ ജൂനിയറാണ്, നല്ല സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് സ്വാധീനമുള്ള ആളാണ്. പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട്, ലീഗാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഈ ബാലകൃഷ്ണനെ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് മുസ്തഫ അങ്ങോട്ട്. അപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറിനെ ഗോപാലനാണ്, നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഗോപാലൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് മുനിസിപ്പൽ ഹൈസ്കൂളാണെന്ന് തോന്നുന്നു ഞാൻ അന്ന് ജോലി ചെയ്തിട്ടുണ്ട്. മുനിസിപ്പൽ ഹൈസ്കൂളിൻ്റെ ആ സെന്റിനറി ബിൽഡിംഗ് നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടെന്നറിയില്ല, റോഡ് വക്കിനൊരു വലിയ 2 കെട്ടിടമുണ്ട്. അവിടെയാണ് ഇ ഡി ഓഫീസ്, ട്രെയിനിങ് സ്കൂളാണ് ഇ ഡി ഓഫീസ് ഉള്ളത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലകൃഷ്ണനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് പിന്നെ മുസ്തഫ മാഷ് ട്രെയിനിങ് സ്കൂളിലുള്ള അധ്യാപകൻ അങ്ങോട്ട് മാറി. ഇപ്പം ബാലകൃഷ്ണ ഒരു പോസ്റ്റ് കൊടുക്കുന്നു. ബാലകൃഷ്ണൻ്റെ സ്വന്തം നാട് പാലയാട്, അവിടുത്തെ ഹൈസ്കൂളിലാണ് പോസ്റ്റുള്ള. അവിടെ ഒരു പോസ്റ്റുമില്ല, ഏതെങ്കിലും ഒരു പോസ്റ്റ് മതി. ശ്രീധരൻ ഈ ട്രെയിനിങ് സ്കൂളിൽ പോവുകയാണെങ്കിൽ ശ്രീധരൻ്റെ പോസ്റ്റ് അവിടെയുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബാലകൃഷ്ണന് വേണ്ടി അങ്ങനെ ഒരു അഭിപ്രായം എന്നോട് ടി പറഞ്ഞപ്പോൾ എനിക്ക് അത് നിഷേധിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ട്രെയിനിങ് സ്കൂളിൽ. പക്ഷേ ആ ട്രെയിനിങ് സ്കൂളിൽ വന്നപ്പോൾ ഉർവശി ശാപം ഉപകാരപ്രദമായി എന്നൊരു ചോദ്യമില്ലേ, അതുപോലെ അവിടെ വന്നിട്ട് അധിക കാലം കഴിയുന്നതിന് മുമ്പേ ഒരു പ്രപ്പോസൽ വന്നു. ബാംഗ്ലൂരിലെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ താല്പര്യമുള്ള, ട്രെയിനിങ്ങിന് പോകാൻ താല്പര്യമുള്ള, നിങ്ങളെ മുമ്പുള്ള ആളുകളെ ആയിരുന്നു അന്ന്, പോകാൻ താല്പര്യമുള്ള അധ്യാപകരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു. ബാംഗ്ലൂരിലാണ്. അതുകൊണ്ട് ആ കൊല്ലത്തെ കുട്ടികളെ വേറെ ഒന്നും പഠിപ്പിക്കാൻ സാധിച്ചില്ല. മുസ്തഫ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കുറേ ഭാഗമൊക്കെ. അങ്ങനെ മാത്സ് ആ കൊല്ലം ഞാൻ കുറേ നോട്ട്ബുക്കൊക്കെ ടീച്ചർ നോട്ട് എന്നാണല്ലോ ഇതിൻ്റെ പേരുണ്ട്, നോട്ട്സ് ഓഫ് ലെസൺസ് ഒക്കെ എഴുതുന്ന സമ്പ്രദായവും അതും ഇതുമൊക്കെ ഞാൻ എഴുതി എൻ്റെ
നാട്ടുകാരനായ ഒരു അധ്യാപകനെ ടീച്ചർ ട്രെയിനിങ് ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. 3-4 മാസത്തെ ട്രെയിനിങ്. അതെനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. കേരളം, തമിഴ്നാട്, പിന്നെ കർണാടക, ആന്ധ്രാപ്രദേശ്, ഈ 4 സംസ്ഥാനങ്ങളിലെ കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെയുള്ള 25 വീതം അധ്യാപകരെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ അവിടെ പോയി ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണത്. ഞങ്ങൾ 3 പേരെ A+ കിട്ടി. അതൊന്നും ഞാനുമായി. അങ്ങനെയാണ് വന്നത്. പിന്നെ അവർ 3 കൊല്ലം കൂടി തുടർന്നു. നിങ്ങളുടെ ബാച്ച് എനിക്ക് തോന്നുന്നു ആ ബാച്ച് എൻ്റെ അവസാനം ആയപ്പോൾ എനിക്ക് പ്രൊമോഷനായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രൊമോഷനായി പിന്നെ ഗസറ്റഡ് മാസ്റ്ററായിട്ട് മുത്തുവർപ്പിലേക്ക് പോവുകയായിരുന്നു. പിന്നെ പല വിദ്യാലയങ്ങളിലും പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ വളരെ പ്രിയപ്പെട്ട മുനിസിപ്പൽ സ്കൂളിൽ തന്നെ, മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ, പ്രത്യേക ഹയർ സെക്കൻഡറി ക്ലാസ്സുകളൊക്കെ വന്നിരുന്നല്ലോ. ഞാൻ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു. പിന്നെ ഞാൻ 3 കൊല്ലം തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിൽ അവിടെ CBSE 5 കൊല്ലം അവിടുത്തെ പ്രിൻസിപ്പളായി വർക്ക് ചെയ്തു. അങ്ങനെ 60-ാമത്തെ വയസ്സായപ്പോൾ പിന്നെ അതിനിടയിൽ അതിനു മുമ്പേ ഞാൻ ഗ്രന്ഥകാരനൊന്നും ആയിരുന്നില്ല. ഇവിടെ ഇപ്പോൾ രാധാകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞല്ലോ, ഒരുപാട് അങ്ങനെയൊന്നുമില്ല. ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതും, അത്രയേ ഉള്ളൂ. പക്ഷേ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന കാലത്തൊന്നും എഴുതിയില്ല. ജോലി ചെയ്യുന്ന കാലത്ത് ഒരു പുസ്തകം എഴുതിയില്ലായിരുന്നു. അത് വെസ്റ്റേൺ ഫിലോസഫിയെ കുറിച്ച് ധാരാളം ഞാൻ വായിക്കും. അങ്ങനെ വായിക്കുന്ന ഒരു പുസ്തകം ആളുകളെ കുറിച്ച്, പ്ലാറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടൽ തുടങ്ങിയ ആളുകളെ കുറിച്ച്, അതുപോലെ പാശ്ചാത്യ ആളുകളെ കുറിച്ച്. പിന്നീട് ഞാൻ ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് വന്നു. അങ്ങനെ ശങ്കരനെ കുറിച്ച് എഴുതി, രാമാനുജനെ കുറിച്ച് എഴുതി, പലരെ കുറിച്ചും എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് പല ചങ്ങാതിമാർ ചോദിക്കാതെ എന്തുകൊണ്ട് ബുദ്ധനെ കുറിച്ച് എഴുതിക്കുക. അങ്ങനെയാണ് ഞാൻ ബുദ്ധനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയത്. ആ പുസ്തകമാണ് നാളെ എൻ്റെ കൂടെ, അഥവാ എനിക്ക് ശേഷം, അഥവാ എനിക്ക് മുമ്പേ ആരും ഉണ്ടാവും. ഞാൻ വരുമ്പോൾ എൻ്റെ വയസ്സ് നിങ്ങൾ കുറിച്ച് പറഞ്ഞു, അത്ര ഉണ്ടെന്ന് നോക്കല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും നമ്മളേതോ ട്രെയിനിങ്ങിൻ്റെ ഫങ്ഷന് വേണ്ടി ഞാനും സാറുമായിട്ട് ആ പട്ടാള ക്യാമ്പിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു കമ്പ്യൂട്ടറിൻ്റെ കാണാം. നേരത്തെ ഫങ്ഷനൊക്കെ വരുമ്പോൾ സാറ് നമ്മുടെ ഫങ്ഷനിലുണ്ടെന്ന് പറയുമ്പം ഞാൻ പ്രത്യേകം ചോദിച്ചു, നമ്മളാ മാത്സ് ടീച്ചറല്ലേ? അപ്പോൾ സാധാരണ പറഞ്ഞതേന്ന്. ഇപ്പോഴാ ഓർമ്മകൾ ഇത്രയും പ്രായമായിട്ട്, എനിക്കിപ്പോഴ് 74 ഞാൻ. ആ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അത്രയും അങ്ങ് വിട്ടുകളയാൻ കഴിയില്ല. പഴയ ഒരു കാലം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-39 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഏറെ പേരും അധ്യാപകരായി, അല്ലാത്തവർ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോയവരുണ്ട്. എല്ലാവരും ഞാൻ കാണുന്നുണ്ട്.
ഒരു വലിയ നേതാവ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കാണുന്നുണ്ട്. ജേക്കബ് സെബാസ്റ്റ്യൻ. ഞാൻ 95 അവിടെ യാദൃശ്യമായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കേണ്ടി വന്നു. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് മത്സരിക്കാമല്ലോ. അപ്പോൾ തിരുനെല്ലി എന്ന് പറയുന്നത് ഒരു CPM കോട്ടയാണ്. അപ്പോൾ അവിടെ ആരും കോൺഗ്രസ് അങ്ങനെ മത്സരിക്കാൻ ധൈര്യപ്പെട്ടാൽ തന്നെ വോട്ടും കിട്ടില്ല. അങ്ങനെ യാദൃശ്യമായി അവിടെ നിന്നത്തെ MLA ആയിരുന്ന രാഘവ മാഷ് നിർബന്ധിച്ചെന്നെ നിർത്തി അത്ഭുതകരമായി ജയിച്ചു ആദ്യമായി. അപ്പോൾ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ജീവിതത്തിൻ്റെ. എയ്ഡഡ് സ്കൂൾ അധ്യാപകനായതുകൊണ്ട് മത്സരിക്കാമല്ലോ. അതിനുശേഷം ഞാൻ 2000 സ്റ്റേറ്റ് മാർക്കറ്റ് ഫണ്ടിൻ്റെ ഡയറക്ടർ തിരഞ്ഞെടുപ്പെട്ടു വയനാട് ജില്ലയിൽ നിന്ന്. 2010 ഞാൻ അന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ഇന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി. 2015 മുനിസിപ്പാലിറ്റിയായി. മുനിസിപ്പാലിറ്റി ആദ്യമായി വന്നപ്പോൾ അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഞാനായിരുന്നു. ഇപ്പോൾ ഭരണം കിട്ടും. അതിൻ്റെ സ്ത്രീ റിസർവേഷനാണ് ചെയർമാൻഷിപ്പ്. ഞാൻ വൈസ് ചെയർമാനാണ്. പിന്നെ അധ്യാപകത്തിന് ഞാൻ സ്കൂളുകളിൽ നിന്ന് നമുക്ക് ലീവുകൾ ധാരാളം എടുക്കാം. എന്നിരുന്നാലും ഞാൻ പകരം ഒരു അധ്യാപകൻ വയ്ക്കുമായിരുന്നു. കുട്ടികൾക്ക് ഒരു കാരണവശാലും പഠനം നഷ്ടപ്പെടരുത്. നമുക്ക് സ്പെഷ്യൽ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അപ്പോൾ ഭാര്യ 2 വർഷം മുമ്പ് കാട്ടിക്കുളം ഹൈസ്കൂളിലെ HM ആയിരുന്നു, റിട്ടയർ ചെയ്തു. മൂത്ത മകന് SBIയിലെ കൊച്ചി റീജിയണൽ ഓഫീസിലാണ് ജോലി. അവൻ്റെ ഭാര്യയും SBIയിലെ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വർഷമായി വിവാഹം. രണ്ടാമത്തെ മകൻ MBBS ഡോക്ടറാണ്. MDക്ക് നീറ്റ് എഴുതി കാത്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. വളരെ സന്തോഷമായി ദൈവസഹായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. രാഘവൻ, എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഹോസ്റ്റലിലെ രാഘവൻ. അപ്പം ഞാൻ ഈ രാഘവനോടൊപ്പം തൊട്ടടുത്ത ആളല്ലേ രാഘവൻ എന്ന് ചോദിച്ചു. അന്നൊക്കെ ഇത് നല്ല വിശപ്പുള്ള സമയമുണ്ടോ. വാസുവൻ സാറിൻ്റെ വീട്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ചെന്ന് എന്തെങ്കിലും ഭക്ഷണം അപ്പം തരും. എന്നും മനസ്സിൽ ഓർക്കുന്നതാണ് നമ്മുടെ TTC കാലഘട്ടം. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയും, കണ്ണൂർ ജില്ലയിലാണ് ഞങ്ങൾ പഠിച്ചതെന്ന് പറയും. അപ്പോൾ വയനാട്ടിൽ അന്ന് ട്രെയിനിങ് സ്കൂളില്ല. അത് മാത്രമല്ല ഞങ്ങൾ ഗവൺമെൻറ്റിലാണ് പഠിച്ചതെന്ന് പറയും. ഇപ്പോഴും പ്രൈവറ്റ് ഇഷ്ടം പോലെ ട്രെയിനിങ് സ്കൂളൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞ നിലവാരം കുറേ കുറഞ്ഞു പോകുമെന്ന് സംശയമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി കാണുകയാണ്. ഇത് സംഘടിപ്പിച്ച രാധാകൃഷ്ണൻ മാഷയും സദാനന്ദ മാഷെ പ്രത്യേകമായി അഭിനന്ദിക്കുക. കാരണം ജീവിതത്തിലേക്ക് പെൺകുട്ടിയാണ്. രണ്ടാമത്തെ ചെറുക്കനാണ് പെൺകുട്ടി. അവള് മലപ്പുറം ജില്ലയില് ജോലിയാണ്, ടീച്ചർ തന്നെയാണ്. രണ്ടാമത്തെ ചെറുക്കന് ജോലി ആയിട്ടില്ല. അവളെ കല്യാണം കഴിഞ്ഞ് 2 ആൺകുട്ടികളുണ്ട്. അവൻ മരുമകൻ പോലീസുകാരനാണ്. പിന്നെ എൻ്റെ ജോലിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇടുക്കി ജില്ലയിലായിരുന്നു ആദ്യം കിട്ടിയ. 2.5 വർഷത്തോളം ഇടുക്കി ജില്ലയിൽ മൂന്നാറിന്റെ അടുത്ത് ചിന്നക്കനാൽ സൂര്യനെല്ലി എന്ന് പറയും, അവിടെ വർക്ക് ചെയ്തു. പിന്നീട് വയനാട് ജില്ലയിൽ വന്നു. വയനാട് ജില്ല ഞാൻ 2017 പ്രൊമോഷനായി. 4.5 വർഷത്തോളം ഹെഡ്മാഷായിട്ട് 3 സ്കൂളിൽ വർക്ക് ചെയ്തു. ഈ ഇപ്പോൾ ഉരുൾപൊട്ടുണ്ടായ ഇതിന്റെ തൊട്ടടുത്ത് മേപ്പാടി എരുമക്കൊല്ലി എന്ന് പറയും, അവിടെയാണ് ആദ്യമായിട്ട് ഹെഡ്മാഷായി ഉണ്ടായിരുന്നത്. അവിടെ ഒരു 7 മാസം വർക്ക് ചെയ്തു. പിന്നെ ബത്തേരി സബ് ജില്ലയിൽ 2 വർഷം, പിന്നെയും വൈത്തിരി സബ് ജില്ലയിലേക്ക് വന്നു. അവിടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആയതിനെ കൊണ്ട് ഞാൻ തിരിച്ചു വൈത്തിരി സബ് ജില്ലയിൽ തന്നെ വന്നു. വൈത്തിരി സബ് ജില്ലയിലാണ് റിട്ടയർ ആയത്. ഇപ്പൊ സുഖമായിട്ട്. അപ്പൊ ഞാൻ MV രാഘവൻ. ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിയോട്ടുചാൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഈ കണ്ണൂർ TTIന്ന് കഴിഞ്ഞ TTC മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിനുശേഷം പഠിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അതിന് സാഹചര്യം ഉണ്ടായിരുന്നില്ല. വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാമത്തെ സ്കൂളാണ്. ബാക്കിയെല്ലാം പിന്നെ എംപ്ലോയ്മെൻറ്റ് സർവീസിലാണ്. സപ്ത വിദ്യാലയങ്ങൾ എന്ന് പറയും. 7ാമത്തെ വിദ്യാലയമാണ് സ്കൂളിൽ, വൈക്കര സ്കൂള്. അവിടെ പിന്നെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഉത്തരവാദിത്വം തലയിൽ വീണു. അത് പ്രധാനപ്പെട്ടത് PTA ഉത്തരവാദിത്തമാണ്. അറിയാമല്ലോ, അന്നത്തെ കാലത്ത് ജനങ്ങളെ കാല് പിടിച്ചിട്ട് വേണം പൈസ ആക്കിയിട്ട് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് കുറേ വർഷം അതിൻ്റെ പുറകെ പോയി. ആ കൂട്ടത്തിൽ വോളിബോൾ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് ഉണ്ടായിരുന്നു. അതിനിടയിൽ കിട്ടുന്ന സമയത്താണ് ചെറിയ സാംസ്കാരിക പ്രവർത്തനം. അതിൽ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം ഗാനസല്ലാപം എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അത് വെറുതെ പാടുകയല്ല, ഇപ്പോൾ ഒരർത്ഥം ഒന്നും വേണ്ട, വെറുതെ തുള്ളലാണ്. വെറുതെ ഒച്ചയാക്കിയിട്ട് തുള്ളുന്ന ഒരു രീതിയിലേക്ക് ഗാന വേദികളൊക്കെ വരികയാണ്. ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് മലയാള ഗാനങ്ങൾ, അതിമനോഹരമായ
വയലാറിൻ്റെയും പി ഭാസ്കർ മാഷ് ഓർമ്മയ്ക്കുള്ള സമയത്ത് പി ഭാസ്കർ മാഷിൻ്റെയും അതുപോലെ തന്നെ ONV-യുടെയും യൂസഫ് അലി കച്ചേരിയുടെയും ശ്രീകുമാരൻ തമ്പിയുടെയും അതിമനോഹരമായ കവിതകളാണ് പാട്ടായിരുന്നത്. ഈ പാട്ടുകൾ ജനങ്ങളുടെ മുന്നിൽ, ആ കൂട്ടത്തിൽ മലയാളം ഹിന്ദിയും തമിഴും ഒക്കെ പാട്ട് പാടും. നിങ്ങൾ വിചാരിക്കേണ്ട അടിപൊളി പാട്ട് അറിയില്ല, അടിപൊളി പാട്ട് നന്നായിട്ട് എനിക്കറിയാം. അത് അടിപൊളിയാണ് ഏറ്റവും എളുപ്പം പാട്ട് പാടാൻ, മെലഡിയാണ് ഏറ്റവും വിഷമം. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്നു. 100 വേദികളിലാണ് ഈ ഗാനസല്ലാപം. അതിൻ്റെ ലക്ഷ്യം കേരളത്തിൻ്റെ ഒരു കൈത്താങ്ങ് പാട്ടിലൂടെ എന്നതാണ് അതിൻ്റെ സന്ദേശം. ഒരു പ്രോഗ്രാമിൽ നിന്ന് 1000 രൂപ മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക് അടക്കം. 42 പരിപാടി കഴിഞ്ഞു. 42,000 രൂപ ഞാൻ CMDRF-ലേക്ക് അടച്ചു കഴിഞ്ഞു. ഇനി അത് ബാക്കിയും കൂടെ പൂർത്തിയാക്കണം. അതിനിടയ്ക്ക് കോവിഡ് ഒന്ന് സ്റ്റോപ്പായി പോയി. നിങ്ങളെ ഏതെങ്കിലും ക്ലബ്ബുകളോ വായനശാലകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനവിടെ വരാം. 1.5 മണിക്കൂർ ഒറ്റയ്ക്കാണ് പ്രോഗ്രാം. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംഗീതമായിട്ട് സല്ലപിക്കുകയാണ്. അതുകൊണ്ടാണ് ഗാനസല്ലാപം. മോളിപ്പോൾ ഇവിടെ ഇല്ല. മോള് നന്നായിട്ട് പാടുന്ന കക്ഷിയാണ്. പിന്നെ എൻ്റെ ഭാര്യ കുമാരിയില്ല, വിജയാണ് പേര്. പിന്നെ അവള് ജോലിയൊന്നുമില്ല, വീട്ടമ്മയാണ്. പിന്നെ അമ്മ വീടാണ്. പിന്നെ എനിക്ക് 2 മക്കള്. മൂത്തവള് സിത്താര, അവൾ പാടും. ചെറിയവള് ആതിര, അവൾ വരക്കും. മൂത്തവള് ലിത്വാനിയയിൽ നിന്ന് M.Tech കഴിഞ്ഞിട്ട്, പാലക്കാട് NSS കോളേജിൽ നിന്ന് B.Tech കഴിഞ്ഞു. ലിത്വാനിയയിൽ നിന്ന് M.Tech കഴിഞ്ഞ് ഇപ്പോൾ നെതർലാൻഡ്സിലെ ഒരു ഐന്തോവൻ വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ PhD കിട്ടിയിട്ടുണ്ട്. അവിടെ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോനാട്ടിനെ എനിക്കറിയാം, ഗിരിജ, കുറച്ച് ആൾക്കാരാ. ജനറലായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല, പക്ഷെ അന്വേഷിക്കലുണ്ട്. എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. പിന്നെ ഞാനൊരു 7 വർഷം കൂത്തുപറമ്പ് സബ് ജില്ലയിലുള്ള വട്ടിപ്പുറം സ്കൂളായിരുന്നു. പിന്നെ മട്ടന്നൂര് സബ് ജില്ലയിലുള്ള പടുവിലായി LP സ്കൂളിൽ തന്നെ വീട്ടിലുള്ള 13 വർഷം കഴിഞ്ഞിട്ട് 2020 റിട്ടയറായി. പിന്നെ എനിക്ക് 2 മക്കളാണ്. പിന്നെ മൂത്തവൻ ബാംഗ്ലൂരും, രണ്ടാമത്തെ മോള് ഇപ്പോൾ ഷാർജയിലാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താണക്ക് താമസിക്കുന്നുണ്ട്, ഫ്ലാറ്റിൽ. പുള്ളിയുടെ അഞ്ചരക്കണ്ടിയാണ്. പിന്നെ ഹസ്ബൻഡ് മരിച്ചിട്ട് 4 വർഷമായി, 2019. വേറൊന്നും കൂടുതലൊന്നും പറയാനൊന്നുമില്ല. 1983 ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാടായി. 1 വർഷം രാഷ്ട്രീയക്കാരെ ഇപ്പോഴാണ് ഞാനിങ്ങനെ പലരും നമ്മുടെ കുടുംബത്തിലുള്ള പലരും പ്രമുഖരാണ്, പ്രഗത്ഭരാണെന്നൊക്കെ അറിയാം. പലർക്കും നിവർന്ന് നിന്നിട്ട് വർത്തമാനം പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലം. 2 പ്രൊഫഷണൽ കോഴ്സ് ഒരേ സമയത്ത് എടുക്കുന്നത് ഇതുകൊണ്ടൊരു കഞ്ഞി പിടിക്കാനൊരു വകയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ നിർത്തിയിരുന്നു. പിന്നെ ഞാനിത് ഉപേക്ഷിച്ചു. കാരണം ആരെയും വിളിച്ചാൽ കിട്ടില്ല. ചിലരുടെയൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു. സദാനന്ദനും ശശിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അതുപോലെ മധുവൊക്കെ 2017 സർവീസിൽ നിന്നും ഹെഡ് മാസ്റ്ററായി പിരിഞ്ഞു. എനിക്ക് വേറൊരു ബന്ധമുണ്ട്. AC മഹമ്മൂദ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിരുന്നൊരു ചെറുപ്പക്കാരനാണെന്ന്, എല്ലാറ്റിനോടും നിഷേധഭാവമുള്ള ഒരാളായിരുന്നു. അപ്പോൾ നമ്മുടെ അന്ന് ഇവരൊക്കെ ഒരു പലമാതിരി സെമിനാറൊക്കെ നടത്തുമ്പോൾ മതവും മറ്റേ ഇതൊക്കെ പറഞ്ഞ് നടത്തുമ്പോൾ നമുക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി, ഞാൻ മതവാദിയാണ്, അദ്ദേഹം മതനിരാസം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പല ചർച്ചകളിലൊക്കെ പലരും പറയാറുണ്ട്. ആ മഹമ്മൂദ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. മഹമ്മൂദിൻ്റെ മുകളിലല്ല,
ആ സ്കൂളിൽ അദ്ദേഹം ആ പ്രദേശത്തുകാരനെ. ഈ മാഷാവണം എന്നെൻ്റെ തലയിൽ എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാമൂഹ്യ പ്രവർത്തകനായ, ഗ്രന്ഥശാലാ പ്രവർത്തകനായ ഒരു അധ്യാപകൻ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, KV ബാലമാസ്റ്റർ. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായിരുന്നു, അതുകൊണ്ട് അവർക്കൊക്കെ സന്തോഷമായിക്കോട്ടെ കേട്ടാൽ. അദ്ദേഹമാണ് എൻ്റെ ഒരു റോൾ മോഡൽ. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മനസ്സിലെവിടെയോ അത് തങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു അധ്യാപകനാവണം. പിന്നെ വഴി തെറ്റിപ്പോയി, പല വഴിക്കേ കറങ്ങിയാണ് അധ്യാപകൻ. ഇന്നും ഈ അധ്യാപനത്തോട് ഒരു വല്ലാത്തൊരു പ്രണയമുണ്ട്. അങ്ങനെ ആ കാലത്ത് പ്രണയം ഭയപ്പെടുത്തുന്നതാണല്ലോ. ഇപ്പം നമുക്ക് ധൈര്യമായി പറയാം, വയസ്സനായി. ഈശൽ ഭേദങ്ങൾ എന്നൊരു ഞാനങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു പദം കേൾക്കുക, ഈശൽ. ഞാനങ്ങനെ ഈ ഗ്രൂപ്പിൽ ഈ പരിപാടിക്ക് അങ്ങനെ പേരിടണമെന്ന് ആഗ്രഹിച്ചു. കാരണം അത് ഞാൻ ആദ്യം അന്ന് കേൾക്കുകയാണ്. ഞാൻ പഠിച്ചത് അറബിക്കാണ്, എനിക്ക് മലയാളം അറിയാതുകൊണ്ടായിരിക്കാം. പക്ഷേ ഭാഷാ പദപ്രയോഗങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരു ചാട്ടുളി പോലെയാണ് കിട്ടുന്നത്. മാഷ ഭയമാണ്. എന്നെയും മോനാട്ടിനെയും എന്തെല്ലാം ഉണ്ടാക്കലുണ്ടല്ലോ, ആരെല്ലാം ഉണ്ടാക്കുന്നത് കുറേ സാധനങ്ങൾ. അതുകൊണ്ട് ഞാൻ കാണിച്ചു, മാഷ് ടിക്ക് വരച്ചു, മാത്തമാറ്റിക്സിൻ്റെ ഒരു സംഭവം. അതേപോലെ ഒരു സാധനം മോനാട്ട് ഉണ്ടാക്കി കൊടുത്തു. മാഷ ഒരു ഫയറിംഗ് ആണ്, വലിച്ചെല്ലെറിഞ്ഞ് ഓർമ്മയുണ്ടാവും. എല്ലാം വലിച്ചെറിഞ്ഞ് ഞങ്ങളൊക്കെ അട്ടഹസിച്ച്. പക്ഷെ നല്ല മാഷക്ക് സന്തോഷിക്കാൻ എന്നെപ്പോലുള്ളവരെ നല്ലൊരു അധ്യാപകനായി മാറ്റിയെടുക്കാൻ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിട ചൊല്ലിയ ഒരുപാട് ഗുരുനാഥന്മാർ, അവരുടെ ഓർമ്മകളെ, അതുപോലെ സഹപ്രവർത്തകൻ ഗോപിയെ പിന്നീട് ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഗോപി ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ ഓർമ്മകൾക്ക് മുന്നിലും കുപ്പയോടെ നിൽക്കുന്നു. ഒരു റോഡ് ക്രോസ് ചെയ്യാനോ പിന്നെ ഒരാളോട് 2 വാക്ക് സംസാരിക്കാനോ ഒരു കഴിവുമില്ലാത്ത ഒരു എന്താ പറയേണ്ട ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു കുട്ടിയായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഈ പിന്നെ കണ്ണൂർ ട്രെയിനിങ്ങിന് വന്നു. ഇവിടെ വന്ന് സാറുമാരുടെ ക്ലാസ്സും അതേപോലെ എൻ്റെ പിന്നെ കൂട്ടുകാർ ഒരുപാട് എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇങ്ങനെ നിൽക്കാനാക്കിയത് തന്നെ എൻ്റെ പേരെടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ വിജയകുമാരിയും അതേപോലെ തന്നെ എൻ്റെ മറ്റുള്ള എല്ലാ കൂട്ടുകാരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വേദിയിൽ നിന്നൊന്ന് പാടാനൊന്നും എനിക്കങ്ങനെ വലിയ കഴിവൊന്നുമില്ലായിരുന്നു. എന്നാൽ പോലും എന്നെ എങ്ങനെയാണെന്നറിയില്ല, വിജയകുമാരി അവളുടെ കൂടെ പാടാൻ എന്നെ എടുത്തു. എന്നിട്ട് അങ്ങനെ ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പാടാൻ പോയി ഞങ്ങൾ. അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും പാടാൻ പറ്റും രാഘവ മാഷ്. ഇപ്പം പിന്നെ രാധാകൃഷ്ണൻ പറഞ്ഞു, രാഘവ മാഷുണ്ട്, പിന്നെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അവരൊന്നും എടുക്കാതെ എങ്ങനെയാണ് എന്നെ എടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ ഹോസ്റ്റലിലായിരുന്നു, വലിയ വിഷമമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അവിടുന്ന് വേവാത്ത കേബേജ് ഉപ്പേരിയും പുളിയുള്ള അച്ചാറൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ കളിയാക്കും എന്നെ. ഞങ്ങൾക്ക് വേണ്ട ഈ പുളിയുള്ള അച്ചാറും പിന്നെ ഈ വേവാത്ത കേബേജും. ഞാൻ പറയും ഞാൻ എന്ത് കൊണ്ടുവരാൻ, ഞാൻ ഈ ഹോസ്റ്റലിലല്ലേ, എനിക്ക് പിന്നെ വീടെന്ന് പറയുന്നത് വയനാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് സാരമില്ല, നിങ്ങളുടെ കറികളൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ടോളാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കൂടെ ഇരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ അതേപോലെ തന്നെ ക്യാമ്പ് കാലങ്ങളൊക്കെ ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. അന്നൊരു പിന്നെ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ക്യാമ്പിൻ്റെ ലാസ്റ്റ് ദിവസം പച്ചക്കറി ബിരിയാണിയാണെന്ന് തോന്നുന്നുണ്ട്. അതുണ്ടാക്കിയപ്പോൾ മുളക് ചതയ്ക്കണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആരും ചതയ്ക്കണ്ട, ഞാൻ മുഴുവനും ചതച്ചോളാം എന്ന് പറഞ്ഞ് നല്ലപോലെ ചതച്ച് കഴിഞ്ഞ് അവസാനം എൻ്റെ കൈയെല്ലാം കൂടെ പുകഞ്ഞ് ഞാൻ അവിടെ നിന്ന് തുള്ളാൻ തുടങ്ങിയപ്പം അന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ജോസ് വേഗം പിന്നെ ആശുപത്രി കൊണ്ടുപോയി. അതൊക്കെ പറ്റി. അപ്പോൾ ആ ബിരിയാണീൻ്റെ രസം മുഴുവൻ പോയി. എന്ത് ചെയ്യാൻ എനിക്കിപ്പോൾ ഓർമ്മ, ഞാൻ കഴിച്ചോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കയ്യിൻ്റെ വേദന മാത്രമേ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ. അങ്ങനെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. പിന്നെ വരയ്ക്കാനും അങ്ങനെയുള്ള കഴിവൊന്നും എനിക്കില്ലായിരുന്നു. അപ്പം കൂട്ടുകാർ തന്നെയാണ് എനിക്കെല്ലാവരും വരച്ചു തരികയും ഒക്കെ ചെയ്തു. എനിക്ക് പറ്റുന്ന എഴുതാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ ശരിക്കും എന്നെ ഒരു എന്താ പറയേണ്ട ഒരു എല്ലാവരുടെയും മുൻപിൽ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിയാക്കി വളർത്തിയത് ഈ ട്രെയിനിങ് സ്കൂളാണ്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് PSC കിട്ടിയത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. അങ്ങനെ കോഴിക്കോട് വന്ന് പിന്നെ തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞ ഒരു മലയോര ഗ്രാമത്തിലാണ് ഞാൻ
പിന്നെ ജോലി ചെയ്തത്. അവിടുന്ന് റിട്ടയർഡായി. അവിടെ അടുത്ത് തന്നെ വീടെടുത്ത് അവിടെ താമസമാണ്. 2 മക്കൾ. പിന്നെ മൂത്ത മോൻ എഞ്ചിനീയറാണ്, രണ്ടാമത്തെ മോൻ തെറാപ്പിസ്റ്റാണ്. പിന്നെ ഹസ്ബൻഡ് മിലിറ്ററിക്കാരനായിരുന്നു, പുള്ളി റിട്ടയർഡായി ഇപ്പം വീട്ടിലുണ്ട്. അങ്ങനെ സുഖമായി സ്കൂളിനടുത്ത് തന്നെ എൻ്റെ കുട്ടികളുടെ ലാളനയേറ്റ് ഞാനങ്ങനെ ജീവിച്ചു വരികയാണ്. ഇന്നിപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ എൻ്റെ ശിഷ്യന്മാരാണ്. അവർ പറഞ്ഞു, ടീച്ചർ എങ്ങനെ പോകണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ആ മക്കൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേക്കും എനിക്ക് വേഗം ഈ പരിപാടി കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ആ വിഷമമൊക്കെ എനിക്കുണ്ട്. അതും മനസ്സിലോർത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ സൗഹൃദങ്ങളൊക്കെ പിന്നെ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഇത്രയും ഞാൻ പക്ഷേ എൻ്റെ ഒരു സ്കൂൾ വന്നാൽ അതെല്ലാം പൊളിച്ചു കൊടുക്കലുണ്ട്. ജോലിക്കറിയാം, നമ്മളാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോവുകയും ചെയ്യും. പിന്നെ പക്ഷെ എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം റിട്ടയർമെൻറ്റിന് ശേഷം മറ്റൊരു മേച്ചിൽപ്പുറം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ ശ്രീകണ്ഠപുരത്തിനടുത്ത് ഒരു റോയൽ അല്ലേ യൂണിറ്റിൻ്റെ പ്രിൻസിപ്പളാണ്. അതെ, TTI യൂണിറ്റിൻ്റെ മട്ടന്നൂർ TTIൻ്റെ പ്രിൻസിപ്പളാണ്. ഇപ്പം വേറൊരു കൾച്ചറൽ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു, പലരെയും മുഖം പരിചയമില്ല. സത്യം പറഞ്ഞാൽ അടുത്ത കുറേ ആളുകളുണ്ട്, അവരെയൊക്കെയാണ് ശരിക്ക് ഉള്ളൂ. അപ്പോൾ വന്ന പോലെ തന്നെ ചില ആളുകളെ പറഞ്ഞാലേ മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ ഒരു 50% ആളുകളുടെ മുഖം മാറ്റമില്ല. പക്ഷേ കുറേ ആളുകളെ പുറത്ത് കണ്ടാൽ മനസ്സിലാവില്ല. എന്തായാലും ഇതൊരു വലിയ ഒരു അനുഭവം തന്നെയാണ്. കാരണം ഒരുപാട് വർഷത്തെ ഒരു ഗ്യാപ്പാണ് ഇവിടെ ഫില്ലാവുന്നത്. അതിന് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നമസ്കാരം പറയേണ്ടത് ഈ അലിക്കും VPM അലി മുട്ടം അതേപോലെ സദാനന്ദനുമാണ്. സദാനന്ദൻ BSNL നമ്മളിവിടുന്ന് കഴിഞ്ഞിട്ട് മാഷല്ല സദാനന്ദൻ. പക്ഷെ നമ്മളെ ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആയിരുന്നു. പിന്നെയാണ് അലിയാണ് ഇതിന്റെ തുടക്കം. അപ്പൊ പിന്നീട് ഇതിൽ അധികം ആളില്ലാത്തതുകൊണ്ട് ഞാനും ആദ്യമൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ നോക്കാറുണ്ട്, എല്ലാപ്പോഴും നോക്കും. പക്ഷെ കൂടുതൽ ആളുകൾ അതിൽ വരാത്തതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇടപെട്ടാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ദിവസവും മെസ്സേജ് ഇടണം, പിന്നെ പറയണം. അതുകൊണ്ട് നോക്കും, ഇടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അവരെ ഇന്ന് ഇതിലേക്ക് എത്തിയതിന്റെ ഒരു ബേസ് തീർച്ചയായിട്ടും അവർക്കാണ്. ബാക്കി അതിൽ പിന്തുണക്കാൻ ജോണിയൊക്കെ വന്നതിന് ശേഷം രാഘവനും ജോണിയും ബാക്കിയുള്ളവരൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി ഉഷാറായി വന്നു. പിന്നെ ഈ 1 വർഷമായിട്ട് ഈ ത്രേസ്യനെ കണ്ടിട്ടുള്ളൂ. വന്നതിന് ശേഷം പിന്നെ ഒരേ ഉഷാറും പ്രഭാതവന്തനവും ഒന്നും പറയേണ്ട സ്ഥിരം പരിപാടി തന്നെ. അതിന് മുമ്പിൽ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഏതായാലും അങ്ങനെയുള്ള പുതിയ ആളുകൾ വരുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ഊർജം വരുന്നത്. എനിക്ക് അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു കൃഷിക്കാരൻ്റെ മോനാണ്. അന്ന് അച്ഛൻ അറിയുന്ന പറയുന്ന ഏറ്റവും TTCക്ക് പോവാ, അതാണ് ഏറ്റവും വലിയ. ഈ ഡോക്ടറെ അങ്ങനെയൊന്നും അറിയുന്നില്ല. അപ്പൊ അങ്ങനെ വിട്ടതാണ്, അങ്ങനെ വന്നു. അപ്പൊ വിജയേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്, അങ്ങനെ വന്നു. പിന്നെ അജിത്തും കൃഷ്ണനും പിന്നെ മധു നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നതല്ല. പിന്നെ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള ആളുകളെ അടുത്ത പരിചയം ആണുങ്ങളെ ഭാഗത്ത്. ബാക്കിയിലെ വന്നിങ്ങനെ നമ്മളെ ഹോസ്റ്റലിലൊക്കെ കുറച്ച് ദിവസം ജേക്കപ്പും അതേപോലെ ഇവരൊക്കെ ഉള്ള പരിചയം. പരമേശ്വരന്റെ നേരത്തെ പറഞ്ഞ പോലെ ആ ചക്ക പറിക്കാൻ കയറിയതും മാങ്ങാൻ അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ ബന്ധങ്ങൾ. പെൺകുട്ടികളെ ഭാഗത്താണ് ഗിരിജ, അതേപോലെ പിന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ഏലിയമ്മ, പിന്നെ ഉഷ, പിന്നെ അത്യാവശ്യം പത്മജേരി നോക്കും. ഇങ്ങനെയുള്ള അന്ന് നോക്കുക എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമുക്ക് ധൈര്യമൊന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ നോക്കും, അത്ര തന്നെ. അതാണ് നമ്മൾ അന്നത്തെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തായാലും ഒരു ആവറേജിന് അപ്പുറത്തുള്ള ഒരു വലിയൊരു പഠിപ്പുകാരനൊന്നും രീതിയിലൊന്നുമല്ല. പക്ഷെ എപ്പോഴും അതിനൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ പിന്നീട് എല്ലാം സ്വയം നമ്മൾ ഡിഗ്രി പഠിച്ചതും PGക്ക് പോയതും പിന്നെ B.Edന് പോയതും M.Edന് പോയതും ഡോക്ടറേറ്റ് എടുത്തതും 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഈ 53 വയസ്സ് വരെ ഇങ്ങനെ ഇടയിൽ പഠിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതാണ് അതിൻ്റെ എനിക്ക് ഒരു മെച്ചമായിട്ട് തോന്നി. എല്ലാ വർഷവും എന്തെങ്കിലും എഴുതും. അപ്പോൾ അത് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റിന്റെ എഴുതി, അതുപോലെ എഡ്യൂക്കേഷനിൽ PG എടുത്തു, മലയാളത്തിൽ PG എടുത്തു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുക്കും. അതിൻ്റെ ഇടയിലാണ് ഈ ഫസ്റ്റ് പോസ്റ്റിംഗ് ഈ ഇടുക്കിയിൽ കിട്ടിയപ്പോഴാണ് ഈ PhDക്ക് വേണ്ടി അവിടെ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ ഈ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു കേരളക്കാരനായ ഒരു പ്രൊഫസറുടെ നേതൃത്വത്തിൽ, ഷാജിയുടെ നേതൃത്വത്തിൽ PhD ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് കഴിഞ്ഞ ഉടനെ തന്നെ
സർവീസ് ജീവിതം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഉടനെ ചങ്ങളായി മാപ്പിള സ്കൂളിൽ അവിടെ ചേർന്നു. പിന്നെ ഹൈസ്കൂളിലേക്ക് മലയാളം ഹൈസ്കൂൾ അധ്യാപകനായിട്ട് പോയി. അതൊക്കെ നല്ല ഓർമ്മയാണ് ഇന്നും. ആ മലയാളം ഒരു പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ശ്രീകണ്ഠപുരത്തും കുറുമാത്തൂറും ഒക്കെ കിട്ടി. അതിനുശേഷമാണ് 2007 ഡയറ്റിൽ കിട്ടുന്നത്. ഡയറ്റിൽ കിട്ടി ഫസ്റ്റ് പോസ്റ്റിംഗ് ഇടുക്കിയായിരുന്നു. കുട്ടികളുടെ എണ്ണമൊക്കെ നമ്മളെ രാജ്യത്ത് എണ്ണം കൂടിയതായതുകൊണ്ട് ഒരു ഭാര്യ ഒരു കുട്ടി എണ്ണം കുറവ്, ഒരാളേ ഉള്ളൂ, ഒരു മോൻ ഡോക്ടറാണ് പല്ലിൻ്റെ. അവൻ്റെ കല്യാണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു. ഇപ്പോൾ അവനൊരു കുട്ടിയായി. ഭാര്യയുടെ പേര് ജയശ്രീ. പിന്നെ വീട്ടിൽ ആണ് കാര്യമായിട്ടുള്ള ജോലിയുള്ളത്. ജോലിയില്ല എന്ന് പറയുന്നില്ല, ജോലി വീട്ടിലാണ്. അങ്ങനെയാണുള്ളത്. അപ്പോൾ ചങ്ങളായി കുടുംബം എൻ്റെ നാട്ടിൽ അവിടെ തന്നെയാണ് വീട്. വിജയേട്ടൻ്റെ ഒക്കെ ഉള്ള നാട് അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം വരുന്നു എന്നാണ് അറിയില്ല, ഭയങ്കര സന്തോഷം വരുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു ദിവസം സദാനന്ദൻ ഇതിനെത്ത് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു എല്ലാവരും എത്തും, എല്ലാവരെയും കാണാൻ സാധിക്കും. എല്ലാ മുഖങ്ങളും എനിക്ക് ഇപ്പോൾ പരിചയം തോന്നില്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ജോണീന് മാറിയിട്ടൊന്നുമില്ല, വലിയ മാറ്റമില്ല. സദാനന്ദന് കുറച്ച് നരച്ചെന്നേ ഉള്ളൂ കേട്ടോ. സദാനന്ദന് വലിയ മാറ്റമില്ല. ജേക്കബ് സെബാസ്റ്റ്യൻ എനിക്ക് ഓർമ്മ എപ്പോഴും വരുന്നത്. അതെ, ആ ജേക്കബ്. എല്ലാവരും പിന്നെ വാസുദേവ മാഷേന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല പക്ഷേ കാഞ്ഞങ്ങാട് കാസർഗോഡ് PSC കിട്ടിയിരുന്നത്. കാസർഗോഡ് ആദ്യം കമ്പാർ സ്കൂളിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. കുറേ ദൂരം തന്നെ. പക്ഷെ എവിടെ പോയാലും ഞാൻ വീട്ടിൽ നിന്നേ പോയില്ലോ. എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വീട്ടിനടുത്തേക്ക് സ്കൂൾ വാങ്ങിയതേയില്ല. കാഞ്ഞങ്ങാട് കുറേ വർഷം വർക്ക് ചെയ്തു. പിന്നെ പ്രൊമോഷനായി അതേ കാസർഗോഡേക്ക് തന്നെ പോയി പാണൂർ HM ആയി റിട്ടയർഡായി. കഴിഞ്ഞ് 2023 മെയ്യിൽ ഞാൻ റിട്ടയർഡായി. അപ്പോൾ അത്ര പ്രായമില്ല കേട്ടോ എനിക്ക്. നിങ്ങളെ പോലെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ചെറുപ്പം. പിന്നെ ഗിരിജ എന്നെ തപ്പിപ്പിടിച്ച് ഒരു ദിവസം കണ്ടു. ഒരു ദിവസം രാവിലെ ഞാൻ വണ്ടിയെടുത്ത് ഗിരിജേനെ കാണാൻ പോയി. ഗിരിജ നമ്മുടെ എച്ചിലാമ്പയിൽ ഗംഗാധര മാഷ മറ്റേ നക്ഷത്ര കൂടാരത്തിൽ നക്ഷത്രങ്ങളെ കാണാൻ വന്നു. അവളുടെ നാട്ടിൽ നക്ഷത്രം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ നാട്ടിൽ വന്നു നക്ഷത്രങ്ങളെ കാണാൻ. അപ്പം എന്നെ അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ ഞാൻ ഗിരിജേനെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടു. കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായി. പിന്നെ ഞാൻ ജോണീനെ കാണുമെന്ന് വിചാരിച്ചു. ഞാനും കാസർഗോഡ് ജില്ലയിലല്ലേ. അപ്പോൾ കാസർഗോഡ് സബ് ജില്ലയിലെ ആഘോഷങ്ങളൊക്കെ കാണാൻ നമ്മൾ യുവജനോത്സവത്തിനെല്ലാം പോകുമ്പോൾ എവിടെയെങ്കിലും ജോണി ഉണ്ടോ? എനിക്കറിയാം ജോണിക്ക് വലിയ മാറ്റം വരില്ലാന്ന്. ചെറിയ ചെക്കനല്ലേ പണ്ടേ നമ്മളൊന്നിച്ച് പഠിക്കുന്നത്. അപ്പോൾ ജോണിക്ക് വലിയ മാറ്റമൊന്നുമില്ല, കണ്ടാൽ മനസ്സിലാവും. എല്ലാ പരിപാടിയിലും ഞാൻ ഇങ്ങനെ നോക്കും ജോണീനെ എവിടെയും കാണാൻ പറ്റുമോ. ഇല്ല, കണ്ടില്ല, എവിടെയും കണ്ടില്ല. ഞാൻ ഒരു കല്യാണം കഴിച്ചിട്ടില്ല, ഓടിപ്പോയതാ. ഒരാളെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചൊന്നും തന്നില്ല, പിന്നെ ഓടിപ്പോയി. അങ്ങനെ 2 കുട്ടികൾ, 2 ആൺകുട്ടികൾ. ഭർത്താവ് സ്പിന്നിങ് മില്ലിലായിരുന്നു, ചൊവ്വയിൽ. ഏട്ടൻ റിട്ടയർഡായി. പിന്നെ 2 മക്കൾ എഞ്ചിനീയർമാർ. പേര് ഗിരിധരൻ. കുറേ പേർക്ക് അറിയാം. പിന്നെ രാധാകൃഷ്ണ TTCക്ക് മുമ്പേ കണ്ടു. കുറേ വർഷത്തെ പ്രണയമായിരുന്നു. കല്യാണം കഴിച്ചു തരും വെച്ച് കാത്തു നിന്നു, തന്നില്ല. അല്ല, ഗോപി നോക്കി, അത് സാരമില്ല അല്ലേ ഗോപി. നമ്മളൊന്നിച്ചാണല്ലേ ഓടി പോകുന്നത്. വിജയേട്ടാ ഓർമ്മിച്ചോ? രാധാകൃഷ്ണനും കുടുങ്ങുന്നേരം ഗോപിയേട്ടനെ അറിയാം. നമ്മൾ ഗോപിയേട്ടനാണ് എൻ്റെ ഗാർഡിയൻ. അപ്പൊ ഗോപിയേട്ടൻ്റെ കൂടെ ഓടി പോകുന്നതും വരുന്നതും. അത് നമ്മളെ സ്കൂളിലെ ഗോപിയേട്ടനായതുകൊണ്ട് വിജയേട്ടനാണ് നമ്മുടെ ഗാർഡിയൻ. വൈകുന്നേരം ഓടിപ്പോയി നമ്മളെ ബസ് കയറ്റി വീട്ടിലെത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും വർത്താനമൊന്നും ഞാൻ പറയില്ല കേട്ടാ. ഞാൻ ജോലിയിൽ കയറിയതിന് ശേഷമാണ് ചവടാ വർത്താനം പറയാൻ തുടങ്ങിയത്.
അപ്പോൾ ഞാൻ നല്ല കുട്ടിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ. അങ്ങനെയായിരുന്നു. നല്ല തന്നെ, ഇപ്പോഴും നല്ല തന്നെ, മോശമൊന്നുമല്ല, നല്ല കുട്ടി തന്നെ. അപ്പം എൻ്റെ 2 ആൺകുട്ടികൾ എഞ്ചിനീയർമാരാണ്, അവരുടെ ഭാര്യമാരും എഞ്ചിനീയർമാരാണ്. പക്ഷെ ജോലി ചെയ്യുന്നത് ഒരു മോൻ്റെ ഭാര്യ ബാങ്കിലാണ്. മൂത്ത മോൻ ബാംഗ്ലൂര്, ചെറിയ മോൻ എൻ്റെ കൂടെ തന്നെ കൺസ്ട്രക്ഷൻ, അവൻ സ്വന്തമായി കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, സിവിൽ എഞ്ചിനീയറാണ്. അവൻ്റെ ഭാര്യ അതെ ഒരു സ്വന്തമായി ചെയ്യും. വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ പത്മജയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനൊരു കൂടിച്ചേരൽ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ പുറകിൽ നേതൃത്വം നൽകിയ രാധാകൃഷ്ണനും സദാനന്ദനും ഇവർക്കൊക്കെ നല്ലൊരു കയ്യടി ഈ അവസരത്തിൽ നൽകുക. ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് ഇടയാക്കിയവരാണ്. എന്തായാലും എല്ലാവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ചുരുക്കി മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. നമ്മളെ TTC കഴിഞ്ഞതോടുകൂടി കുറേ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഇങ്ങനെ കുറേ സ്കൂളുകളിൽ ജോലി ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ GBTS നമ്മൾ പോയ ശേഷം ആരും തന്നെ കാണാറുണ്ടായിരുന്നില്ല. ജേക്കബ് പിന്നെ മാനന്തവാടിക്കാരനായതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഒന്ന് കാണുമായിരുന്നു. പിന്നെ അയ്യപ്പനെയാണ് അതിന് ശേഷം കണ്ടത്. ഞങ്ങൾ വൈത്തിരി സബ് ജില്ലയിൽ ഒരു കോൺഫറൻസിന് പോയ സമയത്താണ് അയ്യപ്പനെ ആദ്യമായിട്ട് കാണുന്നത്, അവിടെ എൽമാഷിൻ്റെ ഒരു കോൺഫറൻസിന് പോയ സമയത്ത്. അപ്പം ഇങ്ങനെ കുറേ സ്കൂളുകളിൽ വർക്ക് ചെയ്തു, കുറേ എന്താ പറയുക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വഴി അങ്ങനെ പോയി. പിന്നെ PSC വഴി വയനാട് PSC ആണ് ലഭിച്ചത്. കണ്ണൂർ PSC ആദ്യം ലഭിച്ചു. ചുങ്കക്കുന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് വയനാട് PSC കിട്ടിയപ്പോൾ വയനാട്ടിലേക്ക് പോയി. കുറേ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തു. അവസാനം 1 വർഷമേ ഹെഡ്മാഷായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അയ്യപ്പനെ പരിചയപ്പെട്ടത്. 2020 ജൂണിൽ റിട്ടയറായി. നമ്മൾ ഉണ്ണികൃഷ്ണനെ പോലെ ചെറിയൊരു മോളും കൂടിയുണ്ട്. അപ്പോൾ അവരൊക്കെ പഠിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസമൊന്നും പൂർത്തിയായിട്ടില്ല. ബാക്കി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. വയനാട്ടിൽ നമ്മൾ വൈഫ് ഹൗസ് വൈഫാണ്, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ജോലി ഇല്ലയെന്ന് നേരത്തെ ആരോ പറഞ്ഞല്ലോ, നല്ലപോലെ ജോലിയുണ്ട്. അപ്പോൾ പൈങ്ങാട്ടിരി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്, തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ഒരു നമ്മളെ ഏരിയയാണ്. ഇവരൊക്കെ വന്നിട്ടുണ്ട്, വിജയകുമാർ വന്നിട്ടുണ്ട്, ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഔദാര്യത്തിൽ കിട്ടിയ ഒരു അമ്മാവനാണ്. സാറ് ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്തോ പറയുമ്പം ചോദിച്ചു, നീ എൻ്റെ മരുമോളാണോ എന്ന് ചോദിച്ചു. അതെല്ലാവരും കുറേ ആൾക്കാർ കേട്ടു. അപ്പോൾ ഞാനതങ്ങ് തലയിൽ ഏറ്റെടുത്തു. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാവരോടും പറയൽ അമ്മാവൻ മാഷ് എൻ്റെ അമ്മാവനാണെന്നാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയാം, പത്മജക്കറിയാം, മറ്റുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് ഹോസ്റ്റലിലുള്ള നമ്മളെ ക്ലാസ്സിലുള്ള 1ാം വർഷത്തിലുള്ള കുട്ടികൾ സീനിയേഴ്സിൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ ചില കുട്ടികൾ സീനിയേഴ്സ് എന്നോട് ചോദിക്കും, ഇന്ന് നിൻ്റെ അമ്മാവൻ വരുന്നുണ്ടോ, കണക്ക് മാഷ് വരുന്നുണ്ടോ എന്ന് ചോദിക്കലുണ്ടായിരുന്നു. അപ്പം ഒന്ന് സെഷൻ മാർക്കിടാൻ നിൻ്റെ അമ്മാവനോട് പറയണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ കാര്യമായിട്ട് അതങ്ങനെ നിഷേധിക്കില്ല, എൻ്റെ അമ്മാവൻ തന്നെയാണ്, ഞാൻ പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ആ ഗമ ഞാൻ സ്വന്തം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഞാൻ PSC ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, 86 മാർച്ച് 29 ക്ലാസ് കഴിഞ്ഞു, 30 എൻ്റെ കല്യാണമായിരുന്നു. ആദ്യത്തെ കല്യാണം എൻ്റെതായിരുന്നു നമ്മളെ കൂട്ടത്തിൽ. ക്ലാസ് കഴിഞ്ഞ പാട് കല്യാണം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ PSC എഴുതാനൊന്നും പിന്നെ പോയില്ല. പിന്നെ അതെ, കുറേ പേര് കല്യാണത്തിന് വന്നിരുന്നു. എൻ്റെ ചെറിയ വീട്ടിൽ കിടക്കാനൊന്നും സ്ഥലമില്ലാതെ കൊണ്ട് മുറ്റത്ത് പായിട്ട് കിടന്നതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് തലേ ദിവസം. അപ്പം അങ്ങനെ വളരെയധികം സന്തോഷകരമായി പോയ 2 കൊല്ലമായിരുന്നു നമ്മളത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു എയ്ഡഡ് സ്കൂളാണ് ചേർന്നത്. ആ വർഷം തന്നെ ചേർന്നു. പിന്നെ 35 വർഷം 35.5 വർഷത്തോളം ഉണ്ടായിരുന്നു. 5 വർഷം HM-ആയിരുന്നു, 30 വർഷം. അപ്പം പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മലയാളമായിരുന്നു കിട്ടിയിരുന്നത്. TTC കഴിഞ്ഞതിന് ശേഷം ഞാൻ മലയാളം BA പ്രൈവറ്റായിട്ട് എഴുതി. അപ്പോൾ അതിൻ്റെ ഇതിൽ മലയാളമായിരുന്നു കിട്ടിയിരുന്നത് പഠിപ്പിക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലറ ചില്ലറ വലിയ ഗോപിനാഥനെ പോലെയൊന്നും അല്ലെങ്കിലും ചില്ലറ കവിതകളും കഥകളെല്ലാം അങ്ങനെ എഴുതുകയെല്ലാം ചെയ്ത് അങ്ങനെ ആയിട്ട് പിന്നെ ഞാനിപ്പോൾ 2 പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 2 പുസ്തകം എൻ്റെ വകയായിട്ടുണ്ട്. 3ാമതൊന്ന്
എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു കുഞ്ഞു വാവയുണ്ട് മോന്. അപ്പോൾ അതുകൊണ്ട് വാവേനെ നോക്കുന്ന ഒരു പണിയും കൂടി ആയതുകൊണ്ട് അങ്ങനെ എഴുത്തിലേക്ക് അങ്ങനെ പോകുന്നില്ല. വാവ അതാണ് ഏറ്റവും കൂടുതൽ വളരെ സന്തോഷകരമായത് ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അധ്യാപന ജീവിതം അതിൻ്റെ ഒരു സന്തോഷ മേഖല, എഴുത്തിൻ്റെ മേഖല വേറെ. ഇപ്പോൾ കുട്ടീനെ നോക്കുന്നതാണ് ഈ കൂടുതലായിട്ടും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മേഖല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതങ്ങനെ ആസ്വദിക്കുന്നത് കൊണ്ട് തന്നെ എഴുതാൻ അങ്ങനെ മെനക്കെടാറില്ല. എന്നാലും അത്യാവശ്യം എന്തെങ്കിലും കുത്തിക്കുറിക്കും മാത്രം. SLC ബാച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സംഗമത്തിൽ രാധാകൃഷ്ണൻ പോലെ പ്രസംഗിക്കാനൊക്കെ വിളിക്കും. അത്തരം പരിപാടികളൊക്കെ പോയി വരുമ്പോൾ അവിടെ കാണുന്നൊരു പ്രശ്നം, സാധാരണ ജീവിതത്തിൽ പല മേഖലകളിൽ വിജയിച്ചവരുടെ ആഘോഷ വേദിയായിട്ട് അത് കാണാറുണ്ട്. ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ എപ്പോഴും ഒതുങ്ങിപ്പോകുന്നൊരു അവസ്ഥയും കാണാറുണ്ട്. മറ്റൊന്ന്, ഇവിടെ എനിക്കിവിടെ വരാനൊരു മടി, ഒരു നല്ല ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ട്രെയിനിങ് സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ ഓർമ്മകളും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കണ്ണടച്ചാൽ എനിക്ക് പൂർണ്ണമായിട്ടത് കാണാൻ വേണ്ടി കഴിയും. ആ ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം പുതിയൊരു ബിംബം അതിൻ്റെ മേലെ കയറുമ്പോൾ പഴയൊരു ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ ചിലപ്പോൾ മാഞ്ഞു പോയേക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കരുതലാണ് എൻ്റെ ഈ മാളി നടക്കലിൻ്റെ പുറകിലുള്ള. അല്ലാതെ രാധാകൃഷ്ണൻ പൂർണ്ണമായിട്ട് അങ്ങനെ മടികൊണ്ടല്ല, നിങ്ങളുടെ ആ പഴയ രൂപവും പഴയ വാക്കും പഴയ ചിത്രവും എല്ലാം എക്കാലത്ത് മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു വല്ലാത്ത വ്യഗ്രത കൊണ്ട് മാത്രമാണ് ഞാൻ ആ രീതിയിൽ മാറിക്കളിക്കുന്നത് ഓരോരുത്തരെയും. ഇപ്പോൾ മാഷ് ഇപ്പോൾ ഇവിടെ രാഘവേട്ടനോടെ കാണിച്ചു പറഞ്ഞില്ലേ, മുണ്ടിശ്ശേരി മാഷിനെ ശ്രീധര മാഷ് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആണല്ലോ തുടങ്ങിയത്. എല്ലാവരെയും കണ്ടത് വളരെയേറെ സന്തോഷം. അത് ഇതിൻ്റെ പിന്നിൽ നമ്മുടെ സംഗമത്തിന് ചുക്കാൻ പിടിച്ച നമ്മുടെ സദാനന്ദനും പിന്നെ രാധാകൃഷ്ണൻ ബിഗ് സല്യൂട്ട് നൽകിയാണ്. പിന്നെ എൻ്റെ ഫാമിലി, ഞാൻ ആദ്യം TTC കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ചേർന്നത്, 5 വർഷം വർക്ക് ചെയ്തു. എന്നിട്ട് 3 വർഷം കഴിഞ്ഞാലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അവിടെ ഞാൻ 3 വർഷം നല്ല ആസ്വദിച്ചിട്ട് ജോലി ചെയ്തതിന്. എനിക്ക് ടീച്ചിങ് മേഖല വളരെ ഇഷ്ടമാണ്. അങ്ങനെയാണ് TTC തന്നെ വന്നത്. ഞാൻ സ്കൂളിൽ ചേർന്നിട്ട് തന്നെ നന്നായിട്ട് ഏറ്റവും ഞാൻ എന്നെ കൈകാര്യം ചെയ്യുന്നത് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ, അക്ഷരവും ലേഖനവും വായനയും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പിടിച്ചിരുത്തി ഞാൻ 9 മണിക്ക് തന്നെ സ്കൂളിലെത്തും. ആ കുട്ടികളെ പഠിപ്പിച്ച് അക്ഷരം എങ്ങനെ എങ്ങനെ എനിക്ക് മാക്സിമം കഴിയും പൊഴിയിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ വെള്ളത്തിൽ എഴുതിയിട്ടുണ്ട്, ചൂണ്ടുവരൽ കൊണ്ട് വെള്ളത്തിൽ അങ്ങനെ മാക്സിമം കഴിയും അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് കുട്ടികളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു വയറ്റ് പോലും കുട്ടികളെ കൊണ്ട് കളയാൻ പറ്റില്ല. ഞാൻ ആ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ആ ഭാഗത്ത് തന്നെ പുറത്ത് തന്നെ അവിടെ ഇരിക്കും, ഒരു പിന്നെ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുക. കുട്ടികളെ നോക്കിക്കൊണ്ട് കഴിക്കും. അപ്പോൾ കുട്ടികൾ ആരും കൊണ്ടേ കളയുന്നുണ്ട് എന്നോട് വിളിച്ചു പറയും. ഞാൻ അവിടെ നിന്ന് എൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കുറച്ചെങ്കിലും കഴിപ്പിക്കുന്നിട്ട് പിന്നെ അവരെ വിടുകയുള്ളൂ. അപ്പോൾ ഓരോ സ്കൂളും ഞാനും അതുപോലെ ആദ്യം മാനേജ് ചേർന്നാലും പിന്നെ PSC കിട്ടിയത് ആലക്കോട് പരപ്പയിലായിരുന്നു. അവിടെ അങ്ങനെ തന്നെ ചെയ്തു. അവിടുന്ന് വരുമ്പോൾ എന്നെ അവിടുന്ന് വരാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ഇത്രയും ദൂരം പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ മാടായി GM UPS മാടായിൽ 1 വർഷം വർക്ക് ചെയ്തു. അവിടുന്ന് അങ്ങനെ ഇങ്ങോട്ട് എന്നെ വരാൻ സമ്മതിക്കുന്നില്ല. ഞാനങ്ങനെ എനിക്ക് 2ാം ക്ലാസ് ആയിരുന്നു ചാർജ്. അവിടെ എല്ലാം ഇവരെന്നെ കുട്ടികൾ അവർക്കൊന്നും അക്ഷരമൊന്നും അറിയില്ല. ഞാൻ അവരെ എങ്ങനെ അക്ഷരം പഠിപ്പിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ്റെ ഒരു പദ്ധതിയൊക്കെ നമുക്ക് ആസൂത്രണം ചെയ്യും. നമുക്ക് തന്നെ എല്ലാവർക്കും കൂടി ചർച്ച ചെയ്യാം. നേരത്തെ രാഘവട്ടം പറഞ്ഞ മതി, വേണമെങ്കിൽ വയനാട് പോവാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചേരാം ഇടക്കിടക്ക്. ഇത് പിരിഞ്ഞു പോകുമ്പം ഒരു മെമൻറ്റോ മാമോദീസയ്ക്ക് വളരെ അതിനോട് എന്താ പറയണ്ടത്, ഒരു അലർജി എന്ന് പറയില്ലേ നമ്മൾ. എന്തിനാ രാധാകൃഷ്ണൻ ഇതൊക്കെ വേണ്ടത്, ഞാൻ ഫോട്ടോ ഒന്നും അയച്ചില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഫോട്ടോ തന്നു, എല്ലാവരോടൊപ്പം കൂടുക എന്നുള്ളൊരു മനസ്സാണത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മെമൻറ്റോ ആക്കിയെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഷോക്കേസിൽ വെച്ച് നമ്മൾ തന്നെ ഒരു ആത്മരതി കൊള്ളാൻ വേണ്ടിയിട്ടല്ല, ഇത് നമ്മൾക്ക് എപ്പോഴും ഒരു ഓർമ്മ. നേരത്തെ അജിത്തിൻ്റെ ഒരു ഓർമ്മകൾ ഇങ്ങനെ അയവർക്കുമ്പോൾ ഒരു ചിത്രം മനസ്സിൽ വരാൻ വേണ്ടിയാണ് ഇതാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പരസ്പരം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഒരു വന്ധ്യ വയോധികനായിട്ടുള്ളൊരു ഗുരുനാഥൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അയാളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ പറയാനുണ്ട്. പഠിപ്പിക്കുമ്പം എത്രമാത്രം പിന്നെ ഒരു നമ്മൾക്ക് നാരായണ മാഷുണ്ടായിരുന്നു, ഗംഗാരൻ മാഷിന് തുറന്ന് പറയാമല്ലോ സാറേ, അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ലോ. നാരായണ മാഷുണ്ടായിരുന്നു, ഗംഗാരൻ മാഷുണ്ടായിരുന്നു, പിന്നെ കുറുപ്പ് മാഷുണ്ടായിരുന്നു, മായം മാഷുണ്ടായിരുന്നു. ഇവരോടൊക്കെ നമുക്ക് പലതരത്തിലുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നാരായണ മാഷ് വളരെ ലളിതമായിട്ട് സരസമായി സംസാരിക്കും, നമ്മളിലിങ്ങനെ ചേർത്ത് പിടിക്കും, ചിലപ്പോൾ നുള്ളും, അതൊക്കെ ഒരു സുഖമുള്ളത്. ഗംഗാരൻ മാഷാണെങ്കിൽ ഈ ഫോണറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു 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 തമാശ കഥാപാത്രമായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അദ്ദേഹം വരുമ്പോൾ തന്നെ എന്താ ഇപ്പം ഇംഗ്ലീഷൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞത്. പേടിയാണ് കുഞ്ഞൊക്കെ, ഭയങ്കര പേടിയാണ്.
ആ എന്തെന്നാ സംഭവം എന്നറിയില്ല. ഇപ്പൊ നിങ്ങള് വിത്തും പോക്കൽ തന്നെ ഒരു വല്ലാത്തൊരു നാടകം എടുത്തിരുന്നു. അപ്പോൾ പിന്നെ എനക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അത് ഞാൻ പറയണ്ടേ? ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ എന്നെ പറ്റി പറഞ്ഞില്ല, അതിനെ പറയാം. ഞാൻ വിജയാട്ടൻ്റെ ഇടയിലായിരിക്കും, വിജയാട്ടൻ്റെയും മോനാട്ടൻ്റെയും ഈ വയസ്സന്മാരുടെ ഇടയിൽ ഏറ്റവും പിറകിലെ ബെഞ്ചിലാണ് നമ്മൾ ചെറിയ കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവരുടെ ഇത് ഒരു നല്ല രസമല്ലേ വർത്താനത്തൊക്കെ എഴുതാൻ വേണ്ടിക്കും 6 ക്ലാസ് ആണ് ഈ മാത്സ് എന്ന് പറയുന്നത്. എൻ്റെ അപ്പോ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ ഏച്ച് ഇങ്ങനെയല്ല ചോദ്യം ഇങ്ങനെയല്ലേ. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കി, ആവി വന്നു പോയി, അത് ഒച്ചപ്പിലായിപ്പോയി. ഇത് താഴെ കൂടെ വരുന്നത് മേലെ കൂടെ വന്നാൽ ഒച്ച വരില്ലേ, അപ്പൊ അങ്ങ് ഒച്ചപ്പിലായിപ്പോയി. പിന്നീടുള്ള ചോക്ക്, കയ്യിലുള്ള ചോക്ക് എടുത്തൊരു സാറേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, അങ്ങ് എറിഞ്ഞിട്ട് ആരാവിട്ട്. ആ ചോദ്യം ആ തലകുലിക്കല്ലുണ്ടെങ്കിൽ ആരാവിട്ടെന്ന് വെച്ചപ്പോ എൻ്റെ അമ്മയെ അനക്ക് പിന്നെ വരുന്ന പിന്നെ സംഭവം എന്താ വെച്ചാൽ പിടിച്ചാൽ തീർന്നല്ല കാര്യം. അന്ന് നിട്ടപ്രാണ്, എൻ്റെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റില്ല. പക്ഷെ ആ വീട്ടാളെ കണ്ടുപിടിച്ചിട്ടില്ല, ഇവരാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പക്ഷെ ക്ലാസ് നിർത്തി നിങ്ങളങ്ങ് പോയി. ഒരു അനുഭവമാണ്. അനുഭവം പറയുന്നത് ഇപ്പൊ തെറ്റില്ലല്ലോ. പഞ്ചായത്തിലേക്ക് വന്നു. പിന്നെ ഈ പല ജില്ലകളിലൊക്കെ മാറി മിക്കവാറും ആദിവാസി മേഖലകളിൽ, പിന്നോക്ക വിഭാഗ മേഖലകളിലാണ് ഞാൻ താല്പര്യമെടുത്ത് പോയത്. വയനാടല്ല, മലപ്പുറത്തിന്റെ പോത്തുകല്ല് പ്രദേശം, അതുപോലെ നിലമ്പൂരിന്റെ കരുളായി, കരുവാരക്കുണ്ട് പോലുള്ള പ്രദേശം. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ലൈബ്രറികളിൽ എവിടെയെങ്കിലും കൊടുത്താൽ കുട്ടികളൊക്കെ വായിക്കട്ടെ എന്നുള്ളതാണ്. താങ്ക് യു. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്, മോള് വർഷ, മകൻ ആകാശ്. വർഷ കല്യാണം കഴിച്ചു, ശ്രീജിത്താണ് മരുമകൻ. ഒരു കുട്ടിയുണ്ട് സിദ്ധാർത്ഥ്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. മകൻ 32 വയസ്സായി. അതായത് 1992 ഡിസംബർ 6 നമ്മുടെ ഒരു പള്ളി പൊളിച്ച സമയത്താണ് അവൻ്റെ ജനനം. അതുകൊണ്ട് 92 ഡിസംബർ 6 അതുകൊണ്ട് ജനനത്തീയതി തിരുത്താൻ കഴിയില്ല. അപ്പോൾ അവന് ഈ 3 മക്കളും മരുമോനും IT മേഖലയിൽ ജോലി ചെയ്യുന്നു. മകൻ എറണാകുളത്താണുള്ളത്, മകള് ടെക്നോ പാർക്കിലാണ്. മകൻ്റെ കഴിഞ്ഞില്ല, മകനിപ്പം കഴിഞ്ഞില്ല. ഓക്കെ. എന്നെക്കുറിച്ച് എനിക്ക് വലിയ ഞാൻ ഒരു ഉണ്ണിയായിട്ട് വന്ന ഒരാളാണ് അവിടെ. അപ്പോൾ വരുമ്പോഴും അതെ, നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ വളരെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ആരും പൈസ തരാനില്ലാത്ത അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് TTC ഓപ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഫിസിക്സ് ആയിരുന്നു മെയിൻ. എന്നിട്ട് ഫിസിക്സ് മെയിൻ എടുത്ത് എന്നെ എല്ലാവരും കൂടിയിട്ട് ഭയപ്പെടുത്തി. അവർ പറഞ്ഞു, എടാ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്സിഡിയറി ഉണ്ട്, ഇത് നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പുകാരനായിരുന്നു. അപ്പോൾ എന്നിട്ട് അവസാനം ഞാൻ ബോട്ടണിയിലേക്ക് ചാടി. പിന്നെ 2ാം വർഷം ആകുമ്പോഴേക്കും പിന്നെ ഞാൻ ഇവിടെ TTCക്ക് ഞാനും MBR ഒരുമിച്ചാണ് കോഴിക്കോട് പോയി ജോയിൻ ചെയ്തു. ഓർമ്മയുണ്ടോ MBR? അതെ, ഞങ്ങൾ 3 പേര് അവിടെ കോഴിക്കോടാണ് ആദ്യം ജോയിൻ ചെയ്തത്. അതിനുശേഷം 1 മാസത്തിനകം ഞങ്ങൾ കണ്ണൂർ എത്തി. കാരണം ഞങ്ങൾ 2 പേരും വയനാടിനെ ബേസിലാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് വയനാട്ടുകാർ ഇപ്പോഴറിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ വടിയെടുക്കാൻ നിങ്ങളെ 2 ആളുടെ ചാൻസ് ഞങ്ങൾ കളഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടെ വന്നു 86 ബാച്ച് ഇറങ്ങിയ വർഷം തന്നെ എംപ്ലോയ്മെൻറ്റുമൊക്കെ ജോലി കിട്ടി. ഞാനത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സർവീസിൽ ഒരുപക്ഷെ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ അന്നുള്ള എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് ഉപരിയായിട്ടും നേടിയ പലതും കൊണ്ടായിരിക്കാം ഞാൻ മറ്റു പലതുമായിരുന്നു. പക്ഷേ എന്നാൽ പോലും എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് മറക്കാതെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ 33 വർഷം ഗവൺമെൻറ് സർവീസ്, 33 വർഷം 34 കിട്ടിയില്ല. കാരണം എനിക്ക് അതിൽ
0.5 മേലോട്ട് വരണം. 43 വർഷം ഞാൻ ഗവൺമെൻറ് സർവീസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് TTC ആണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇങ്ങനെ എല്ലാവരെയും കാണുവാനും അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുവാനും നീണ്ട വർഷത്തിന് ശേഷം നമുക്കൊക്കെ അവസരം ഉണ്ടാക്കിയതിനും അതിൽ ഏറെ ഞാൻ സന്തോഷവാനാണ്. പുകവലിയാണ് എന്റെ നാട്ടിലേക്ക് കാരണമായത്. അതുകൊണ്ട് നമ്മുടെ ഇനി പുകവലിക്കെതിരെയുള്ള സമരത്തിൽ ആണ് ഞാൻ നാട്ടിൽ കുഴികളൊക്കെ പിന്നെ സ്കൂളിനെടുത്ത് വെച്ച് പുകയില വിൽപ്പന നടത്തുന്ന കുഴികളൊക്കെ പലപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ ഞങ്ങൾക്ക് കണ്ടുമുട്ടാറുണ്ട്. അവിടെ ഞാൻ ഒരു ഗ്രാമീണ സ്കൂളിലായിരുന്നു ജോലി ചെയ്തത്. കോട്ടയം എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു. ഏതാണ്ട് 25 വർഷം അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തത്. അവിടെ കുറച്ചു കാലം പ്രൈമറി മാഷായിട്ടും ഒരു 10-15 വർഷം HSA ആയിട്ട് മലയാളം BEd സെഷൻ BEd ചെയ്തതിന് ശേഷം ഒരു കുറച്ച് കൊല്ലം HSA ആയിട്ടും പിന്നീട് ഒരു വർഷം കൊമ്മേരി GLP-യിലെ HM-ആയിട്ട് ജോലി ചെയ്തു. അങ്ങനെ വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അതൊക്കെ ചെയ്ത് ഞാൻ കഴിഞ്ഞു കൊടുക്കണം. ഭാര്യ ഒരു അധ്യാപികയാണ്. അടുത്ത വർഷമാണ് റിട്ടയർ ചെയ്യാനുള്ളത്. പിന്നെ 2 മക്കളാണ്. അവരിൽ ഒരാൾ നാട്ടിലൊരു അധ്യാപകനാണ്. പാലൂർ PR മെമ്മോറിയൽ ഹൈസ്കൂളിൽ HSA കെമിസ്ട്രിയാണ്. അവൻ്റെ ഭാര്യ ഒരു ഈയിടെ കഴിഞ്ഞ വർഷമാണ് കല്യാണം കഴിക്കുന്നത്. ഒരു MSc BEd കാരിയാണ്. തൽക്കാലം മട്ടന്നൂർ ഹൈസ്കൂളിൽ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നീട് മൂത്തമാൻ സിഡ്നിയിലാണ്. അവനും ഭാര്യയും ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടുന്നൊരു കുടുംബമാണ്. അത്യാവശ്യം വായനശാലയും പിന്നെ രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് കുറച്ച് സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഏതായാലും ഈ അവസരം ഉണ്ടാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം വലിയ മനസ്സിലുള്ളവരാണ് നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നവരെല്ലാവരും. കാരണം അല്ലെങ്കിൽ നമുക്കിവിടെ ഇന്ന് വരാൻ ഇത്രയും പഴയ ഓർമ്മ ഒതുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണമെന്ന് ഓർമ്മിക്ക് തോന്നില്ല. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വയനാട്ടിലെ വിവാഹം ആ 2 വർഷത്തെ അധ്യയന ആ കാലഘട്ടത്തിൽ വളരെയധികം ഓർമ്മകൾ നമ്മളെ ഇന്നും തലോലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഗമം വിജയിപ്പിക്കുന്നതിന് പ്രധാനമായും സദാനന്ദൻ, തുടർന്ന് രാധാകൃഷ്ണൻ, പിന്നെ ത്രേസ്യയൊക്കെ ആ ഗ്രൂപ്പിനെ സജീവമായ സാന്നിധ്യമായി നിറഞ്ഞ് നിന്നതുകൊണ്ട് ആ ഗ്രൂപ്പിനോട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുകയും എല്ലാവരും എത്തിച്ചേരുന്നതിന് അവരുടെയൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂടി ചേർന്ന എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ 1-2 വാക്ക് പറയാം. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ 1-2 വർഷക്കാലം പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുകയും തുടർന്ന് ഗവൺമെൻറ് PSc കിട്ടുകയും 34 വർഷക്കാലം അധ്യാപന ജീവിതത്തിൽ മുഴുകുകയും ചെയ്തു. തുടർന്ന് 2016 ഹെഡ് മാസ്റ്ററായിട്ട് പോസ്റ്റിംഗ് കിട്ടി. ഒരു 5-6 വർഷക്കാലം HM-ആയിട്ട് പിരിഞ്ഞു. അവസാനം മട്ടന്നൂർ ഗവൺമെൻറ് UP സ്കൂൾ, വലിയ സ്കൂളാണ്. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 10-40ഓളം അധ്യാപകരും മറ്റ് ജീവനക്കാരൊക്കെയുള്ള ഒരു ഹൈസ്കൂളിൻ്റെ തലത്തിലുള്ള ആ ഒരു വലിയ സ്കൂളിൽ നിന്നാണ് വിരമിക്കാൻ എനിക്ക് സാധിച്ചത്. അത് എൻ്റെ ആ ഒരു സർവീസ് കാലഘട്ടം 4 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു വലിയ ഒരു വഴിത്തിരിവായ ഒരു അനുഭവ സമ്പത്ത് പ്രദാനം ചെയ്ത ഒരു വലിയ ഒരു സേവനകാലമാണ് എനിക്ക് തോന്നുന്നത്. മകൾ M.Tech കഴിഞ്ഞു. അവൾക്കൊരു ജോലി ഇപ്പോൾ തരപ്പെട്ടിട്ടുണ്ട് മദ്രാസ് IIT-യിൽ. ഭാര്യ നേരത്തെ പലരും പറഞ്ഞ പോലെ വീട്ടിൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നടത്തുകയാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്തോഷമാണ് എല്ലാവരെയും കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇപ്പം വന്നുകൊണ്ട് വിസ തീർന്നുകൊണ്ട് വന്നതാണ്, വിസ പുതുക്കാൻ വന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത്. പിന്നെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഭർത്താവ് 6 വർഷം മുമ്പ് ഓക്കെ മക്കളെ 2 പേരാണ്. മോളും ഭർത്താവും സൗദിയിൽ എൻജിനീയേഴ്സായി വർക്ക് ചെയ്യുന്നു. മോനും ഭാര്യയും
ആസാമിൽ ഡോക്ടേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ മോളുടെ കൂടെയാണ് റിട്ടയർ ആയതിനു മുമ്പേ റോസോപ്പേരിയത്ത് പോയിരുന്നു. പിന്നെ റിട്ടയർ കഴിഞ്ഞപ്പോൾ മക്കളുടെ കൂടെ തന്നെയാണ്. പിന്നെ ശ്രീമംഗലം ഗവൺമെൻറ് ഹൈസ്കൂളിൽ തുടങ്ങിയ ആ വർഷം അല്ല സെക്കൻഡ് ഇയറിലാണ് ഞാൻ അവിടെ ചേരുന്നത്. അതൊരു മൂത്തേട്ട് ഹൈസ്കൂളായിരുന്നു. അവിടെ ഒരു പണ്ട് ഇതിൻ്റെ കള്ളുകുടിക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ഗ്രിഗറി മാഷ് ഉണ്ടായിരുന്നു. പക്ഷെ പലരും കേട്ടിട്ടുണ്ടാവും. ഗ്രിഗറി മാഷ് അന്ന് ഇതിന് മദ്യപാനത്തിന് എതിരായിട്ട് അന്ന് ജില്ലയിൽ മൊത്തം മുതങ്ങിച്ചേർന്ന മാഷായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. അതുപോലെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ശ്രീ പി കെ ഗ്രിഗറി മാഷ്. അവിടെ കഴിഞ്ഞ് 17 കൊല്ലം ഇവിടെ സർവീസ് ചെയ്തു. തിരിച്ചു വന്നതോടൊപ്പം തന്നെ TTCക്ക് അന്ന് എക്സ് സർവീസ്മെന്മാർക്ക് 3 കോട്ടയുണ്ട്. ആ 3 കോട്ടയിലൊന്ന് എനിക്കും കിട്ടി. അന്ന് 65 SSLC പാസ്സായതാണ്. ആ മാർക്കിൻ്റെ ബേസിൽ അന്ന് SSLC എനിക്ക് കിട്ടി. തൊട്ട് പുറകെ തന്നെ നമ്മുടെ മോഹനമായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരാളുണ്ടായിരുന്നു. അവർ 3 പേർക്ക് ഞാൻ കിട്ടിയിരുന്നു. അയാൾ ഇരട്ടിക്കാരനാണ്. അയാളായിട്ട് അധികം ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് കൃത്യം 17 വർഷം അല്ല, ഏകദേശം ഒരു 18 വർഷം സർവീസ് ചെയ്തെങ്കിൽ എനിക്ക് 17 വർഷത്തെ ആനുകൂല്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ഡിസംബറിൽ വന്നപ്പോൾ പിന്നെ അടുത്ത 3 മാസം മാർച്ച് വരെയുള്ള കാലാവധി എവിടെ എൻ്റെ ഇതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു 17 വർഷത്തെ സർവീസിൻ്റെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ എന്തൊക്കെയൊക്കെ ചെയ്യേണ്ടത് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു 12 വർഷം വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ എൻ്റെ സെക്രട്ടറി ആയിട്ട്, കാരണം ആ ക്ഷേത്രമൊക്കെ ഏകദേശമൊക്കെ വീട് പൊളിഞ്ഞു പോയി വെറും പൂജകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു. വേറെ ഒന്നും ഇല്ലാതെടുത്ത് കുറച്ച് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് 12 കൊല്ലം അതിനോടുകൂടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് മതിയാക്കി. ഇപ്പോൾ സ്വസ്ഥം വീട്ടിലെ വളപ്പിലെ പുല്ല് ഒരിക്കൽ പ്രധാനപ്പെട്ട ജോലി. അതിന് നേരെ കിട്ടൂല. കുട്ടികളുണ്ട്, 2 മക്കളുണ്ട്. 2 മക്കളിൽ ഒരു മോളാണ്. എല്ലാവരും ഈ പറഞ്ഞ ആൾക്ക് തന്നെ. മോള് BA കഴിഞ്ഞപ്പോഴാണ്, BA കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ പരീക്ഷ സമയത്താണ് ഒരു കല്യാണാലോചന വരുന്നതും. കല്യാണാലോചനയൊക്കെ വന്നു, കല്യാണം കഴിഞ്ഞു. പിന്നെ 12 വർഷം ഗൾഫിൽ പോയിട്ട് നിന്നു. അവിടെ പോയിട്ട് കുട്ടികളൊക്കെ അവിടെ പോയി 2 ആൺകുട്ടികളാണ് അവർക്ക്. 2 ആൾക്കാരെ പഠിപ്പിച്ചു. അവസാനം വന്ന് പിന്നെയാണ് അവർക്ക് തോന്നി ഞാൻ BA കഴിഞ്ഞതല്ല, എനിക്ക് BEd ചെയ്യണം എന്നുള്ള, MA ഏതായാലും എനിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള ധാരണയിൽ BEd ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് അപേക്ഷണം കൊടുക്കുമ്പോഴാണ് 3 മാസം ഏജ് ഓവറായി എന്നുള്ളതിൻ്റെ പേരിൽ അത് കിട്ടാതെ വന്നു. നമ്മളെ രാധാകൃഷ്ണൻ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്താണ് രാധാകൃഷ്ണൻ ഇങ്ങോട്ട് ഞങ്ങൾ DA ഓഫീസിലൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കിയിരിക്കുന്നു. വല്ല വിധേനയൊന്ന് പറ്റുമോ എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫോർവേഡ് കാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പിന്നെ അവൾ പിന്നെ നഴ്സറി സ്കൂൾ പഠിപ്പിക്കേണ്ടതായിട്ട് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ചെയ്ത് അത് ഇങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. സംഗമത്തിൽ മലയാളം പറഞ്ഞപ്പോൾ എൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അതിൻ്റെ ആവശ്യത്തില്ല. കാരണം വെച്ചാൽ ഒരു ജോയിൻ്റ് എഫർട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞു. വിജയകുമാരിയായാലും വിമലയായാലും രാധാകൃഷ്ണനായാലും അങ്ങനെ ഓരോ ആളുകളുടെ നമ്പർ തപ്പിപ്പിടിച്ച് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നു. ശരിക്ക് ഈ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമ്പൂർണ്ണ വിജയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കളക്റ്റീവായിട്ടുള്ളൊരു വർക്കിൻ്റെയും കൂടെ ഫലമായിട്ടുള്ളതാണ്. ഏതായാലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു നമ്മളിങ്ങനെ കൂടിച്ചേരണം. ആ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഈ വിജയം. ഏതായാലും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീകണ്ഠാപുരം ഒരു 10-25 വർഷത്തോളം ഒരേ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ആ മേഖലയിലുള്ള ആളുകളെ, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിലായതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷനിലൊരു സ്കില്ല് എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് എല്ലാവരെയും ഏത് ബേസിലും ബന്ധപ്പെടും. പൊതുരംഗത്ത് ഇടപെടുന്നതുകൊണ്ട് ആരെയും ഇടപെട്ട് സംസാരിക്കുന്നതിനോ അറിയാത്തവളോട് ബന്ധപ്പെടുന്നതിനോ ഒരു മടിയൊന്നുമില്ല. ആ രീതിയിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറേ നമ്മളിത് സംഘടിപ്പിക്കാൻ പറ്റും. ഇനി എൻ്റെ കാര്യം നിങ്ങൾക്കറിയായിരിക്കും. 86 മാർച്ചിൽ നമ്മൾ തിരിച്ച് കഴിഞ്ഞു. പക്ഷേ 86 ഫെബ്രുവരി 21 ഞാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 1 മാസം ലീവ് എടുത്തിട്ട് നിങ്ങളുടെ കൂടെ തന്നെ പരീക്ഷ എഴുതി പാസ്സായി. പിന്നീട് കണ്ണൂരിൽ ആദ്യത്തെ PSCയിൽ തന്നെ എനിക്കും പോസ്റ്റിംഗ് കിട്ടിയതാണ്. പക്ഷേ അന്നേരം 3-4 വർഷമായിട്ട് ഞാൻ ടെലികോമിലുള്ളതുകൊണ്ട് ഏതായാലും അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളത് പറയുമ്പം പൊങ്കച്ചത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ ഒരു കാര്യം പറയാം. അന്ന് BSNL ടെലികോമിൽ പുതിയതായിട്ട് റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അതേസമയത്ത് അധ്യാപകരുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അവിടെ റിസൈൻ ചെയ്താൽ അവിടെ ഒരാൾക്ക് ജോലി കിട്ടുകയില്ല, ഇവിടെ വേറൊരാൾക്ക് ജോലി കിട്ടും. ആ ഒരു കാഴ്ചപ്പാടിലും കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ മൂലം വേറൊരാളെ ജോലി കളയണ്ട, എനിക്കവിടെ വേറൊരാൾക്ക് കിട്ടുകയില്ല ആ രീതിയിൽ.
പിന്നെ എല്ലാവരും പറയുന്ന രീതിയിൽ സാമ്പത്തികം ഏത് ജോലി കിട്ടിയാലും ഏകദേശം ഒരു തുകയൊക്കെ കിട്ടും ആ രീതിയിൽ. ഇപ്പോഴാണ് ഞാൻ അടുത്ത 2027 ജനുവരി 31 റിട്ടയർ ആവേണ്ട ആക്ച്വൽ ഡേറ്റ്. പക്ഷേ ഞാൻ 2020 ജനുവരി 31 റിട്ടയർ ചെയ്തു. മക്കൾ 2 പേരാണ്, ഇരട്ട ആൺകുട്ടികൾ, 2 പേരും MBBS കഴിഞ്ഞു. അതിലൊരാൾക്ക് ഇപ്പം PGക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസിൽ ഹൈ റാങ്ക് ഉണ്ട്, മറ്റവൻ PGക്ക് വേണ്ടിയുള്ള എൻട്രൻസിൻ്റെ കോച്ചിങ്ങിലാണ് ഉള്ളത്. ഭാര്യ ഹൗസ് വൈഫാണ്, അതായത് ഭാര്യ നന്നായിട്ടെല്ലാം മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എനിക്കും മക്കൾക്കും എല്ലാം ഈ രീതിയിൽ ഇറങ്ങി നടക്കാനും പഠിക്കാനൊക്കെ സാഹചര്യം ഇരിക്കുന്നത്. അപ്പോൾ മറ്റൊന്നും തന്നെയില്ല, ഈ വിജയിപ്പിച്ച എല്ലാ ആളുകൾക്കും നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട്, അതിൻ്റെ യഥാർത്ഥ നന്ദി പറയേണ്ട ആളുകൾ വേറെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ പരാമർശിച്ചതുകൊണ്ട് നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങളോട് നിർത്തുന്നു. ഇത് നമ്മുടെ ഗ്രൂപ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നമ്മൾ TTCക്ക് 40 പേരാണ്. 40 പേരിൽ ഗോപി നമ്മോടൊപ്പമില്ല, പിന്നെ 39 പേര്. 39 പേരിൽ ശ്രീജയും പത്മനാഭൻ അവരില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. എനിക്കും ഒരുപാട് പറയാൻ ഒരുപാട്. അതെൻ്റെ നിറങ്ങളുടെ മാത്രം അല്ലെങ്കിൽ എൻ്റെ കളർഫുള്ളായിട്ട് ജീവിതത്തെക്കുറിച്ചല്ല. ആരൊക്കെ വന്നിടും ഞാൻ മരിച്ചിടുമ്പോൾ അവസാനമായെന്നെ ഒന്നു കാണാൻ, ആരൊക്കെ വന്നെൻ്റെ മൃദുലമാം നെറ്റിയിൽ അവസാന ചുംബനം തന്നു പോകും. ആരൊക്കെ വന്നിടും ഞാൻ മരിച്ചിടുമ്പോൾ അവസാനമായെന്നെ ഒന്നു കാണാൻ, ആരൊക്കെ വന്നെൻ്റെ മൃദുലമാം നെറ്റിയിൽ അവസാന ചുംബനം തന്നു പോകും. ഓർമ്മയിൽ നോവായി ഞാൻ മറഞ്ഞിടുമ്പോൾ ആരൊക്കെ എന്നെ ഓർത്തുവെക്കും. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കവിതയാണെങ്കിലും അത് നൽകുന്ന ആശയം വളരെ വലുതാണ്. അപ്പം നമ്മൾ ഈ സ്നേഹവും സൗഹൃദവും മരണം വരെ കാത്തു സൂക്ഷിക്കണം. ഒന്നിച്ച് ഒപ്പരം നീങ്ങണം, ഒന്നിച്ച് ഒപ്പരം ഉണ്ടാവണം എല്ലാവരും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിപ്പം ഒരു എൻ്റെ പേഴ്സണൽ മാറ്റർ ഞാൻ പിന്നെ നാഷണൽ അവാർഡ് 2016 വാങ്ങി. മികച്ച അധ്യാപകനായിട്ടൊന്നുമല്ല എനിക്ക് കിട്ടിയത്. ഞാനിതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ സ്കൂളിൽ ഞാൻ വളരെ അപൂർവങ്ങളിൽ ഞാൻ സന്ദർശിക്കാറുള്ളൂ. പക്ഷെ പോയാൽ കുട്ടികളുടെ ഇടയിൽ ജീവിക്കും, പോകാൻ സമയം കിട്ടാറില്ല. എന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാക്കി മാറ്റിയതും ഞാൻ എന്നെയാക്കി മാറ്റിയതും ഈ കലോത്സവ വേദികളാണ്. നേരത്തെ വയനാടുകാരെല്ലാം പോയല്ലോ. ഒരു 25 വയസ്സിന് ശേഷം എല്ലാ വർഷവും വയനാടിൽ എല്ലാ സബ് ജില്ലയിലും, കഴിഞ്ഞ വർഷം 3 ഉപജില്ലകളാണ് വയനാടുള്ളത്, 3 ഉപജില്ലയുടെയും വിധികർത്താക്കളെ കൊണ്ടുപോലും സംസ്ഥാന സർഗോത്സവം വയനാട്ടിൽ വെച്ചപ്പോൾ ജയലക്ഷ്മി മന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ ചീഫ് ഓഫ് ജഡ്ജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയും അങ്ങനെ പോവുകയും ഇപ്പം വീണ്ടും കലോത്സവങ്ങളുടെ വേദിയാണ്. ഞാൻ ജോണിയോട് പറഞ്ഞിരുന്നു, ഇപ്പം തന്നെ ഈ കണ്ണൂർ ജില്ലയിൽ 3-4 ഉപജില്ലയുടെ ചാർജ് ഇങ്ങനെ ഇപ്പോഴേ ഏൽപ്പിച്ച് വെച്ചിരിക്കുക. ഇത് ഈ മേഖലയിലുള്ളൊരു നമ്മളെ ഈ ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ബോധ്യം. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊന്നും കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്നതല്ല, അത് കൃഷ്ണനും ഇവർക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്ന മാതിരിയല്ല നമ്മൾ ചെയ്യുക. നമ്മളിങ്ങനെ സംഘാടകരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മളാണ് ചെയ്യുന്നത് പോലും എന്നറിയാതെ അങ്ങനെ ചെയ്യുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തു. പിന്നെ അങ്ങനെയുള്ള ഒരു സംഘാടന മികവിനും പിന്നെ അങ്ങനെയാണ് നമുക്കൊരു അവാർഡും അംഗീകാരം കിട്ടിയത്. വേറൊന്നുമല്ല, അംഗീകാരം കിട്ടിയപ്പോൾ മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമോന്നത അവാർഡായി. അപ്പോൾ എനിക്കതിലൊരു ഭാഗ്യം കാണുമെന്നറിയാം, ഒരു നിമിത്തം എന്നുള്ളത് നമുക്ക് നമ്മൾ അധ്യാപകനായത് ട്രെയിനിങ് സ്കൂൾ വെച്ചിട്ടാണ്. ആ ട്രെയിനിങ് സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവാർഡ് നേടുന്നത്. അങ്ങനെ നേടിയ ആൾ ട്രെയിനിങ് സ്കൂളിൻ്റെ ചരിത്രത്തിലില്ലാന്ന് ഇവർ പറഞ്ഞു. ആരെയും നമ്മുടെ ദേശീയ അധ്യാപക അവാർഡ് വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പിന്നീട് ഈ പ്രഭാഷണത്തിന് പോകുന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ ഇപ്പം അജിത്ത് നേരത്തെ പറഞ്ഞു, നീ പറഞ്ഞ വാക്കുകൾ മുഴുവൻ എൻ്റെ മനസ്സിലിങ്ങനെ ഹൃദയസ്ഥമാണ്, ഞാൻ വേണമെങ്കിൽ അത് പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയടിക്കെല്ലാം നമുക്ക് ആളുകളുടെ ഒരു ഹൃദയം പിടിച്ചു പറ്റാൻ സാധിക്കാറുണ്ട് വർത്തമാനത്തിലൂടെ. ഏറ്റവും അടുത്ത് സെപ്റ്റംബർ 5 തിരൂർ തുഞ്ചംപറമ്പിൽ സമദാനിയുടെ പ്രഭാഷണമായിരുന്നു. എൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അവിടെ. എല്ലാ ദിവസവും പരിപാടിയാണ്. പക്ഷേ ഇന്ന് നേരത്തെ ആരോ പറഞ്ഞ മാതിരി ഇന്നത്തെ ദിവസം എല്ലാറ്റിനും വേണ്ടി മാറ്റി വെച്ച്
ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഗോപിയിലില്ല, ഗോപി കെ പി നാഥൻ, ഗോപി കെ പിൻ്റെ 29-ാം തീയതി അവരുടെ ഒരു കുടുംബസംഗമത്തിന് ഉദ്ഘാടകനായിട്ട് പോകാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഏൽപ്പിച്ചതാണ്. അവിടെ എന്താ റോയലാണ് അവരുടെ ഒരു ട്രസ്റ്റിൻ്റെ. അപ്പോൾ ഇങ്ങനെ പോക്ക് തന്നെയാണ് പരിപാടി. അമ്മേനെ വിട്ട് പോകാൻ കഴിയില്ല, തറവാടും പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു. പിന്നെ അനിയന് ജോലി ഇല്ലാത്തതുകൊണ്ട് ഓൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മളിലായി. അങ്ങനെ വീട്ടിൽ നിന്ന് മാറിയിട്ട് നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഏറ്റവും അവസാനം എല്ലാവരും വന്ന് ചോദിക്കുമല്ലോ, പിന്നെ ഈ വീട്ടിലേക്ക് വരുന്നവരെങ്കിലും ഇല്ലേ, 56-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റിൻ്റെ ഡേറ്റിന് ഒരു വീട്ടിൽ കൂടലും എൻ്റെ ഒരു ഫങ്ഷനും വെച്ചിട്ട് അങ്ങനെ ഞാനിപ്പോൾ മാറിയിട്ടും ഈ 56 വയസ്സിൽ നിന്നും ഒരാൾ മാറാൻ പാടില്ല. പിന്നെ ആളതിത്വം കൊള്ളുന്നേ ഇല്ല, തീരെ ഒരു ഉറക്കം വരാത്തൊരു രാത്രികളും. പിന്നെ ഭാര്യ ഇവിടെ ഇല്ല, ഭാര്യ ഡെപ്യൂട്ടി തഹസിൽദാരാണ് പോസ്റ്റ്. അവർ എറണാകുളം പറവൂർ സ്വദേശിയാണ്. അപ്പോൾ ഒരു വർഷം ഞാൻ ഈ വർഷം വീട്ടിലൊറ്റക്കായിരുന്നു. ഏകാന്തത എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു മുഴുവൻ. എന്താ വെച്ചാൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാവണമെന്നില്ല. നമ്മളെ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും പേർക്കും രാവിലെ ഇളകിയിട്ട് എവിടെയോ പരിപാടിക്ക് പോയിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് പുഴു വന്നിട്ടാണ് അറിയുക. ഇപ്പം നമ്മുടെ ജീവണി ഇത് കേട്ട് ഇതൊരു അനുഭവമാണ്. ഒരു പാട്ടുകാരൻ കാത്തു നിൽക്കുന്നുണ്ട്, അതിനു വേണ്ടി മാറിക്കൊടുക്കണം. എന്നെപ്പറ്റി ഒന്നും കൂടുതൽ പറയണ്ട. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബാബു മുണ്ടേക്കാടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹകരണം കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ കടൽ കാണാത്ത ത്രേസ്യയെ കണ്ട് വയനാട്ടിൽ നിന്ന് പയ്യാമ്പലം ബീച്ചിൽ നമ്മളൊരു പോകാറുണ്ടായിരുന്നു. കടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കടലൊക്കെ നമ്മളെ ചുറ്റുപാടുണ്ട്. പക്ഷെ ആ ത്രേസ്യയുടെ സ്നേഹം ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിലും പ്രഭാവതിയുടെ കൂടെ വായനശാലയിലേക്ക് നടന്നു പോകുന്നതും, ഉണ്ണികൃഷ്ണൻ്റെ ഒരു എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനവും, എന്നിട്ട് ഉണ്ണികൃഷ്ണൻ്റെ ഒരു കത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് കിട്ടിയ കത്തല്ല, പക്ഷെ ഞാൻ വായിക്കാൻ കൊടുത്ത പുസ്തകം തിരിച്ചു തന്നപ്പോൾ അതിലൊരു കത്ത്, അത് ഞാൻ ചോദിച്ചത് ആർക്കാണ്. അതിലെ ഒരു വാക്യം മാത്രമേ വായിച്ചുള്ളൂ. സുജയുടെ തലയിൽ കാക്ക തൂറിയ പോലെ എന്ന് ഒരു പദം. അതോടെ ഞാൻ ആ കത്ത്, അപ്പോൾ ഞാൻ ചോദിച്ചു, ഉണ്ണികൃഷ്ണ ഇതെന്തെങ്ങനെ ഒരു കത്ത്, അതിങ്ങോട്ട് കൊണ്ടുപോവാ, അതെങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി വെച്ചു. ഏത് സുജയാണെന്നോ എന്തോന്നറിയില്ല, വല്ല പിന്നെ ദേഷ്യം പിടിച്ച് അപ്പോൾ എഴുതിയ കത്തായിരിക്കാം, പക്ഷെ പുസ്തകത്തിൽ പെട്ടതാണ്. ഞാൻ തിരിച്ചു കൊടുത്തു. ശ്രീധരൻ മാഷ് എപ്പോഴും ഓരോരുത്തരോട് ചോദിക്കും, അയാൾക്ക് വൈകി വരുന്ന ഒരാളെ കാണാൻ ഇഷ്ടമാണ്. എന്തിനാ അറിയാം, എന്താ താമസിച്ചത്, അല്ലേ, വൈ ആർ യു ലേറ്റ്. അങ്ങനെ ഒരു ദിവസം അല്ല, അതേ കഥ തന്നെയാണെങ്കിലും മറ്റൊരു ദിവസം അയ്യപ്പനാണോ ജേക്കബാണോ എന്നറിയില്ല, എവിടെയാണ് താമസിച്ചത്, ഞാൻ വീട്ടിൽ തന്നെയാണ് മാഷേ. നീ എവിടെയാണ് താമസിച്ചത്, വീട്ടിൽ തന്നെ, കയറി വാ. കാരണം ഒന്നും പറയാനില്ല മാഷ്. കാരണം ഒരു പാട്ടുകാരനുണ്ട്, നമ്മളിപ്പോൾ അനൗചിത്യം വേണ്ട. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം. വാക്കുകൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. വന്നവർക്കും കൂടെ വന്നവർക്കും നമുക്ക് വേണ്ടി മനോഹരമായ ഈ സംവിധാനം ഒരുക്കി തന്നവർക്കും, പിന്നെ ഒത്തിരി നാളായി കാണാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ അക്യുപങ്ചർ കോഴ്സ് പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷം 10 മാസം ആ ട്രെയിനിങ്ങിലായിരുന്നു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. വീട്ടിൽ ഭാര്യയ്ക്ക് അത്യാവശ്യം ചെയ്തു കൊടുത്തു, അവൾക്ക് സുഖമുണ്ട്. ഇനി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഫെബ്രുവരി മാസത്തോടുകൂടി ഞാൻ മോൻ്റെ അടുത്തേക്ക് കാനഡയിലേക്ക് പോവുകയാണ്. ഒരു 5-6 മാസത്തേന് അവിടെ ഉണ്ടാവും. അത് ഞാൻ വീണ്ടും തിരിച്ചു വരും. അടുത്ത വേദി നമുക്ക് കലോത്സവ വേദിയിൽ ഒക്കെ ഉണ്ട്. ഈ വർഷം ഒരിടത്തും പഠിപ്പിച്ചില്ല, കാരണം സ്റ്റേറ്റ് ജഡ്ജ് ആയതുകൊണ്ട്. ഞാൻ പഠിപ്പിച്ച പിള്ളേരെങ്ങനെ സ്റ്റേറ്റിലേക്ക് വന്നാൽ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മർഗംകളി, പരിചയപ്പെട്ടുകളി, ചവിട്ടുനാടകം എന്നീ രംഗകലകളുടെ സ്റ്റേറ്റ് ജഡ്ജാണ്. 5 വർഷമായിട്ട് സ്റ്റേറ്റിലുണ്ട്.
ഇതൊക്കെയാണ് എനിക്കുള്ള വാർത്തകൾ. മക്കൾ 3 പേര്, മോൻ കാനഡയിൽ, രണ്ടാമത്തവൻ നാട്ടിലൊരു ബിസിനസ്, മോള് ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. വൈഫ് എന്നെ പറഞ്ഞ് ഇങ്ങനെ യാത്ര അയക്കുന്ന എൻ്റെ വീട്ടിലെ ടീച്ചറാണ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ടീച്ചർ തന്നെ. ഞാൻ എന്തെങ്കിലും അധികം പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പറയും, അങ്ങനെ പറയണ്ടായിരുന്നു. വളരെ സൗമ്യമായിട്ട് അവളുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അവളുടെ സാന്നിധ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ഈ ഒരു അവസരം നമുക്ക് ഇനിയും കുടുംബസംഗമമായിട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരോടും വാക്കുകൾക്കപ്പുറമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നമ്മുടെ ഈ ഗ്രൂപ്പ് ഇനിയും തുടരും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരും അതിൽ നിന്ന് ലെഫ്റ്റ് ആവരുത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ സദാനന്ദൻ ഗ്രൂപ്പിൽ ഇടും. നമുക്കറിയാം നല്ലൊരു സംഘാടനമാണ് ഈ രാധാകൃഷ്ണൻ ചെയ്തത്, സദാനന്ദൻ, പിന്നെ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വന്നു ചെന്നത് ത്രസ്യാമ നമ്മുടെ ചേച്ചിയാണെങ്കിൽ പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നതാണ് എനിക്കറിയാം. എന്നാൽ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് നിൽക്കുന്നത്. ഇനി അങ്ങനെ ഓരോരുത്തർക്കും ഇനി വാക്കുകൾക്ക് അപ്പുറത്തേക്ക് എന്നാ പറയേണ്ടത്, ലസിതയൊക്കെ ആണെങ്കിലും വീട്ടിലെ സാഹചര്യം എല്ലാം മാറ്റി വെച്ച് ഇന്ന് ഒരു ദിവസം ഫുൾ ഡേ നമ്മുടെ കൂടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി നമുക്ക് ഒത്തുകാണാം. മുഖമൊന്നു തേടിക്കൊണ്ടിന്ന സതീർത്ഥ്യൻ്റെ കൈ പിടിക്കാം. ആ കണ്ണിൽ വിരിയുന്നൊരൻ രൂപം കാണാം. കേവലം ഇരുവാസരങ്ങൾ തൻ സൗഹൃദം ഒരു ജന്മകാലം മുഴുവനോർക്കും വിധം. കണ്ടെത്തുന്ന നേരത്ത് ഏകണമ്മയെ നോക്കിയിരുന്നേ. എണ്ണ കറുപ്പുള്ള അമ്മ മുന്നാഴി നെല്ല് പറിച്ചോണ്ടും വന്നേ. അത്തിക്കണ്ണെത്തുന്ന നേരത്ത് ഏകണമ്മയെ നോക്കിയിരുന്നേ. എണ്ണ കറുപ്പുള്ള അമ്മ മുന്നാഴി നെല്ല് പറിച്ചോണ്ടും വന്നേ. അത്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങളുടെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണ കറുപ്പുള്ള അമ്മ മുന്നാഴി നെല്ല് പറിച്ചോണ്ടും വന്നേ. വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ. അടുപ്പിന് ചുറ്റില് കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. കലത്തിൽ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ. അടുപ്പിന് ചുറ്റില് കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. അങ്ങൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചേട്ടനാണോ വരുന്നേ. അങ്ങൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചേട്ടനാണോ വരുന്നേ. അങ്ങൊരു വെട്ടവും മാനേ എന്റെ നെഞ്ചൊന്നു തേങ്ങി പിടഞ്ഞേ. അങ്ങൊരു വെട്ടവും മാനേ എന്റെ നെഞ്ചൊന്നു തേങ്ങി പിടഞ്ഞേ.
വെട്ടത്തിരുന്ന് ഓപ്പയും വെറ്റിച്ചെടുക്കാൻ, ഈ ആകാശത്തിൻ മിഴി വെട്ടത്തിരുന്ന് ഓപ്പയും വെറ്റിച്ചെടുക്കാൻ. അത്തിക്കണ്ടെത്തുന്ന നേരത്ത് ഞങ്ങളുടെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളെല്ലാം മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അത്തിക്കണ്ടെത്തുന്ന നേരത്ത് ഞങ്ങളുടെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളെല്ലാം മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. പമകരി തങ്കത്തുങ്ക സരികി സന്തരി സരിഗം കടയത്തിന്റെ കീഴ്ത്തിന്ദേവി താളം സംസ്കൃത പമകരി തങ്കത്തുങ്ക സരികി മേളം തക സന്തരി സരിഗം കടയത്തിന്റെ കീഴ്ത്തിന്ദേവി താളം ചെമ്പകമലതൊടി ചെത്തക്കുടിയോഗാവിട്ടടം അതിശയവാക്കും ചേരു ചിന്തകവട്ടത്തെ മക്കൾ കൊഞ്ചിക്കരിച്ചവിക്കും പൊൻപവിരവയിലും മുത്തമിരുത്ത വിധമല്ലും തന്നോട് കാണാവാത്ത മോക്കും മനം പൊങ്ങിടും വീണവരി ദർശനം കാണിക്കും ചന്ദ്രത പരിരസവാക്കും എമ്പക്കറ കഴുത്തും കണ്ണുകെറിയത്തിട്ട് ചെമ്പീടും മകവിരി കരുമച്ചപ്പൂട്ടട്ട് സമ്പ്രദായമോ കുഞ്ഞിക്കുന്ന വട്ടത്തിട്ട് സാരസക്കാരി കുറുമമ്പഴുമ മുലയ പൊട്ടി തേജപ്പാനി പാളുന്ന കുടമോ ശരിയാതൊരിയാതെ നിപ്പാനി താരമെപ്പോഴും പൊടി കപ്പൽ വൽപ്പടി നിപ്പാനി കൊതിയാലെ കമലിലും സുഖം വാടുത്ത വസുളത്ത പത്രമോ വായ നാട്ടത്തറിയ കട്ടിക്കൊലിപ്പട്ടം തങ്കത്താരി നീണ്ട കിളികിട സംസം കില്ല തകതിരി തളം ചുറ്റും സ്വർഗത്താലമില്ല കലതുരി കളിച്ചിരി കുളരി ചന്ദ്രിത പമകരി ചക്കത്തുങ്കത്താരി ചിന്തിത ദിവികിട നേരം തക സന്തരി സരിഗം കടയത്തിന്തികി തിന്തിരി കാകൃത താളം സംസ്കൃത പമകരി തങ്കത്തുങ്കത്താരി ചിന്തിത ദിവികിട നേരം തക സന്തരി സരിഗം കടയത്തിന്തികി തിന്തിരി കാകൃത താളം ചേട്ടൻ പരാതിരിക്കരുതേ, പരാതിരുന്നാലോ ചേട്ടൻ പരാതിരിക്കില്ല. ചേട്ടൻ പരാതിരിക്കരുതേ, പരാതിരുന്നാലോ ചേട്ടൻ പരാതിരിക്കില്ല. തോടുകൂടാനേ ചേട്ടൻ ഒറ്റ കഴിപ്പാനം
പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കത്തുന്നില്ല വേലായിതാ, എന്റെ മോളെ കത്തുന്നില്ല വേലായിതാ. മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കത്തുന്നില്ല വേലായിതാ, എന്റെ മോളെ കത്തുന്നില്ല വേലായിതാ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോണ്ട് പണി ചെയ്തു കല്യാണ കുട്ടികളിലുള്ള വേലായിതാ, കല്യാണ കുട്ടികളിലുള്ള വേലായിതാ. പെണ്ണ് കെട്ട കണ്ണും കെട്ടും കുട്ടികളെയുമായി കെട്ടും കരങ്ങഴിഞ്ഞ് മതിക്കളി വേലായിതാ, കരങ്ങഴിഞ്ഞ് മതിക്കളി വേലായിതാ. അയോമണി കൊത്തര പെണ്ണ് പാവപ്പെട കാണും പെണ്ണ് തെക്കോല പോലായില്ലട വേലായിതാ, തെക്കോല പോലായില്ലട വേലായിതാ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസിൽ ജാമ്യം കൊല്ലായി വന്നും വേലായിതാ, ജാമ്യം കൊല്ലായി വന്നും വേലായിതാ. പകൽ മുഴുവൻ പണിയെടുത്ത് പകൽ മുഴുവൻ പണിയെടുത്ത് പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനുകൾ കുടിച്ച് എന്റെ മോളെ കത്തുന്നില്ല വേലായിതാ, എന്റെ മോളെ കത്തുന്നില്ല വേലായിതാ. അമ്മായിയെ മോളെ ഞാനിക്കാതെ ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണീക്കൂല, മുറ്റമടിക്കൂല, പല്ല് കൊടുത്തേക്കൂലേ. അമ്മായിയെ മോളെ ഞാനിക്കാതെ ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണീക്കൂല, മുറ്റമടിക്കൂല, പല്ല് കൊടുത്തേക്കൂലേ. മുറ്റമടിക്കാതെ ചൂരെടുക്കാൻ അവൾ നടന്നോടുറങ്ങുന്നില്ല. മുറ്റമടിക്കാതെ ചൂരെടുക്കാൻ അവൾ നടന്നോടുറങ്ങുന്നില്ല. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാന്റെ മോളായിപ്പോ. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാന്റെ മോളായിപ്പോ. അമ്മായിയെ മോളെ അടിക്കാതെ ചെയ്തിട്ടാകെ കുഴപ്പത്തിലാ. അവൾ കാലം നേടിക്കൂല, മുറ്റമടിക്കൂല, പല്ല് കൊടുത്തേക്കൂലേ. അമ്മായിയെ മോളെ അടിക്കാതെ ചെയ്തിട്ടാകെ കുഴപ്പത്തിലാ. അവൾ കാലം നേടിക്കൂല, മുറ്റമടിക്കൂല, പല്ല് കൊടുത്തേക്കൂലേ. അവൾ പല്ല് കൊടുത്തേക്കൂലേ, അവൾ പല്ല് കൊടുത്തേക്കൂലേ. പണ്ടക്കാരനാണ്. അപ്പൊ എന്താ നിങ്ങൾക്ക് തരേണ്ടത്? ഈ ഒരു കൂട്ടായ്മയിൽ എൻ്റെ ഭാഗം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ പരിപാടി നടന്നപ്പോൾ ഞാനൊരു നാടൻ പാട്ട് പാടാം. കൊച്ചാനും മെതിക്കാനും പറ്റുന്നൊരു പെണ്ണ്, നോക്ക എത്ര മനോഹരമാണ്. തനിക്ക് അനുയോജ്യയായ ഒരു പെണ്ണ്, അത് പറയുന്നത് കൊച്ചാനും മെതിക്കാനും പറ്റുന്ന പെണ്ണ്. അല്ലാണ്ട് ടീച്ചറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ പറ്റില്ല. കൊച്ചാനും മെതിക്കാനും പറ്റുന്നൊരു പെണ്ണ്, കൊളത്തൂരാളിയനെ കൂട്ടി കുന്നത്തങ്കാടിയിലും ചെന്ന് കോലോത്തെ തമ്പുരാട്ടീനെ കുമ്പിട്ട് നിന്നെ പണിയെടുക്കുന്ന കോലോത്ത് തമ്പുരാട്ടിയുടെ അടുത്ത് ചെന്നു. എന്തെങ്കിലും പൈസ വേണ്ടേ പെണ്ണത് തിരയാൻ? അപ്പൊ അതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അടുത്ത വരി നോക്കാം. ചേരട്ട വണ്ടി പോകണതുണ്ടും കേറി ഞങ്ങള്. നോക്കാ വരി. എന്താ ഈ ചേരട്ട വണ്ടി പോകണതുണ്ട്? ഇവിടെ
മനോഹരമാണത്. ചേരട്ട വണ്ടി പോകണ തുണ്ടും മക്കറി ഞങ്ങള് ഏലംകോള തങ്ങാടിയിലൊരു ഷാപ്പിലും കയറിയേ. ഏലംകുളം എന്ന് പറയുന്നത് നമ്മുടെ EMSന്റെ ഏലംകുളം. അതേനെ നിലമ്പൂര് ഷൊർണൂരുള്ള റെയിലുണ്ട്. അതേനെ പോകുന്ന സമയത്ത് ഒരു ഷാപ്പിലും കയറി പെണ്ണ് കാണാൻ പോവാട്ടോ. പെണ്ണിനെ തെരഞ്ഞു പോവാ. നമ്മളെ പോലുള്ള അവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കള്ളടിച്ചിട്ടാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല.